الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضوان الله أما بعد. നമ്മുടെ ഈ സെഷനിൽ തഫ്സീറുൽ ബൈളാവിയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആമുഖമായി തഫ്സീർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട തർശീഹുൽ മുസ്തഫീദീനിൻ്റെ മുസന്നിഫ് അല്ലാമ സഖാഫ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഫവായിദുൽ മക്കിയയിൽ പറയുന്നുണ്ടല്ലോ, ഇൽമുൻ യുറഫു ബിഹി മആനി കലാമില്ലാഹി തആല മിനൽ അവാമിരി വന്നവാഹി വഗൈരിഹിമ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കൽപ്പനകൾ, വിരോധനകൾ, അതുപോലെ തന്നെ അവ രണ്ടുമല്ലാത്ത ചില വിഷയങ്ങൾ, ഖസസ്, അതേപോലെ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന പല അജായിബുകൾ, ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ഇൽമ് എന്ന് വേണമെങ്കിൽ തഫ്സീറിനെ പറ്റി ഡെഫിനിഷൻ പറയാം. അവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തഫ്സീർ അല്ലെങ്കിൽ തഫ്സീർ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ അർത്ഥതലങ്ങളും ചർച്ച ചെയ്യുന്നു എന്ന് അല്ല, നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമാകുമ്പോൾ അള്ളാഹു അല്ലാത്ത ആര് എന്ത് വ്യാഖ്യാനം പറയുമ്പോഴും അതൊക്കെ ബഅ്ളു മആനി കലാമില്ലാഹി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സിറാജുൽ മുനീർ എന്ന അവിടുത്തെ വളരെ പ്രസിദ്ധമായ തഫ്സീർ, ആ തഫ്സീറിന് മഹാനവർകൾ പേര് വെച്ചപ്പോൾ പേരിൽ തന്നെ ഫി ബഅ്ളി മആനി എന്ന് മഹാനവർകൾ തഫ്സീറിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരിൽ തന്നെ മഹാനവർകൾ ചേർത്ത് വെക്കുന്നത് കാണാൻ സാധിക്കും. ഏതാണെങ്കിലും പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിൽ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തഫ്സീറിനെ വർഗീകരിക്കാം. അതിൽ ആ വ്യാഖ്യാന ശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തഫ്സീറുൽ മൗലൂഇ എന്നും അത്തഫ്സീറു തഹ്ലീലി എന്നും രണ്ടായി തിരിക്കാൻ സാധിക്കും. അത്തഫ്സീറുൽ മൗലൂഇ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ചില ചർച്ചാ വിഷയങ്ങൾ വരുന്ന ആയത്തുകൾ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ശൈലിയാണ്. ഉദാഹരണം, ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ മുഴുവൻ ജംഅ് ചെയ്യുന്നു, ശേഷം അതിന് തഫ്സീർ നൽകുന്നു. ഇതിനാണ് അത്തഫ്സീറുൽ മൗലൂഇ, വിഷയാസ്പദമായ തഫ്സീർ, വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതേസമയത്ത് അത്തഫ്സീറു തഹ്ലീലി ഉണ്ട്. തഹ്ലീലി എന്ന് പറയുമ്പോൾ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെങ്കിൽ ഖുർആനിലെ ഒരു നിശ്ചിത ഭാഗം എടുത്തുകൊണ്ട് അത് ഹല്ലയിക്കുന്ന, അതിലുള്ള അകം പൊരുളുകൾ അന്വേഷിക്കുന്ന ഒരു ശൈലി. അതാണ് നമ്മുടെ അയിമ്മത്തിൻ്റെ അധിക തഫ്സീറുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തഫ്സീറുൽ മൗലൂഇ കാര്യമായും അടുത്തിടെയാണ് കൂടുതൽ വ്യാപകമായി വന്നിട്ടുള്ളത്. മുന്നേ അതിലേക്ക് സൂചനകളൊക്കെ ഹദീസുകളിൽ അല്ലെങ്കിൽ അയിമ്മത്തിൻ്റെ ചില പരാമർശങ്ങളിലൊക്കെ കണ്ടെത്തിക്കാൻ സാധിച്ചേക്കും. അതേസമയത്ത് ഇമാമുമാരുടെ ശൈലി തഫ്സീർ എഴുതുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ചിലർ അങ്ങനെ എഴുതുന്നു, മറ്റു ചിലർ ചില പ്രത്യേക ഭാഗം മാത്രം തഫ്സീർ ചെയ്യുന്നു. ഉദാഹരണം, അല്ലാമ ദമൻഹൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ സൂറത്തുൽ ദുഹാ മുതൽ സൂറത്തുൻ നാസ് വരെ നല്ലൊരു തഫ്സീർ രചിച്ചിട്ടുണ്ട്. പൊതുവിൽ അയിമ്മത്ത് എഴുതാറുള്ളത് ഫാത്തിഹ മുതൽ നാസ് വരെ തഫ്സീർ എഴുതുകയാണ്. അതേസമയം അല്ലാമ ദമൻഹൂരി വലിയ മഹാപണ്ഡിതരാണ്. ഷാഫിഈ മദ്ഹബ് അടക്കമുള്ള വിവിധ മദ്ഹബിൻ്റെ അയിമ്മത്തിനെ കുറിച്ചൊക്കെ നല്ല ഒരു ഗ്രന്ഥം ഇത്ഹാഫുൽ മുഹ്തദീൻ എന്ന് പറഞ്ഞ അയിമ്മത്തിൻ്റെ ചരിത്രമൊക്കെ വളരെ ഹ്രസ്വമായ രീതിയിൽ, വൃത്തിയുള്ള രീതിയിൽ മഹാനവർകൾ ക്രോഡീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഷെയ്ഖുൽ അസ്ഹർ ആയിരുന്നു. ആ ഇമാം ദമൻഹൂരി അവിടുന്ന് നല്ലൊരു തഫ്സീർ സൂറത്തുൽ ദുഹാ മുതൽ നാസ് വരെ
ഓരോ സൂറത്തിൻ്റെയും സബബുൻ നുസൂൽ, അതിലെ അരീബായ അൽഫാദുകൾ, അതുപോലെ വിവിധ ഖിറാഅത്തുകൾ, ഇതൊക്കെ ബയാൻ ചെയ്യുന്ന ഒരു നല്ലൊരു ശൈലി സ്വീകരിച്ചുകൊണ്ട് മഹാനവറുകൾ ഒരു തഫ്സീർ രചിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പ്രത്യേകമായ സൂറത്തിനെ മാത്രം വ്യാഖ്യാനിച്ചവരുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുറഊഫിൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ നമ്മളെ ജൗഹറത്തു തൗഹീദിൻ്റെ മുഹഷിയായ ഇബ്നുൽ അമീർ അസ്സനബാവി, സിൻബാവി, മഹാനവറുകളൊക്കെ വ്യത്യസ്തമായ സൂറത്തു അൽ ഖദറിനെ കുറിച്ച് മാത്രം തഫ്സീർ, അങ്ങനെ വ്യത്യസ്ത സൂറത്തുകളെക്കുറിച്ച് മാത്രം തഫ്സീർ എഴുതിയ അയിമത്തുണ്ട്. അക്കൂട്ടത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ബഹുമാനപ്പെട്ട ഇമാം തൊബുലാവിയുടെ ഒരു തഫ്സീർ. മഹാനവറുകൾ ഒരൊറ്റ ആയത്തിനെ പറ്റി മാത്രം തഫ്സീർ എഴുതിയിട്ടുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന് പറയുന്ന ആയത്തിനെ പറ്റി മാത്രം അൽ മുസ്തർലാ ഫി തഫ്സീരി ഖൗലിഹി തആല വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തഫ്സീർ എഴുതുന്നുണ്ട്. അതേപോലെ മറ്റു ചില പണ്ഡിതന്മാർ ഇബ്നു ബിൻതിൽ മൈലിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരായത്തിനെക്കുറിച്ച് മാത്രം തഫ്സീർ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ജലീൽ എന്ന് പറഞ്ഞ് ഒരൊറ്റ ആയത്തിലെ 120ഓളം ബദീഇയായ വശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം റിസാല എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളും. നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം വളരെ പ്രധാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥമായ നമ്മുടെ തഫ്സീറുൽ ബൈലാവിയെക്കുറിച്ചാണ്. തഫ്സീറുൽ ബൈലാവി നേരത്തെ പറഞ്ഞതുപോലെ തഫ്സീറു തഹ്ലീലി എന്ന ശൈലിയിൽപ്പെട്ടതാണ്. അതുതന്നെ പ്രത്യേകിച്ചും അയിമത്ത് തഫ്സീർ എഴുതുമ്പോൾ ചില ഇമാമുമാരൊക്കെ നമുക്കൊക്കെ അറിയാം, ഖുർആനിനെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആസ്കൾ കൊണ്ടൊക്കെ ബയാൻ ചെയ്യുന്നൊരു ശൈലിയുണ്ട്. അതിനാണ് ശരിക്കും തഫ്സീർ എന്ന് പറയുക. തഫ്സീറു ബിൽ മഅ്സൂർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആ ഗണത്തിൽ നേരെ ആ ഗണത്തിൽ പെടുന്ന തഫ്സീർ അല്ല തഫ്സീറുൽ ബൈലാവി. അതേസമയത്ത് ഒരു തഅ്വീലിൻ്റെ ശൈലിയും ചിലയിടങ്ങളിൽ തഫ്സീറിൻ്റെ ശൈലിയും എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഓരോ ആയത്തുകളെയും അതിൻ്റെ മഅനിയായ വശങ്ങളും ലുഗവിയായ വശങ്ങളൊക്കെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതോടൊപ്പം ചിലയിടങ്ങളിലൊക്കെ ആയത്തുകളും ഹദീസുകളും വെച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സമ്മിശ്ര ശൈലി ഹൈലൈറ്റ് ചെയ്തു വരുന്നത് ബൈലാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലയിക്കുന്ന ശൈലി തന്നെയാണ്. അതുകൊണ്ടാകണം നമ്മുടെ സിലബസുകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തഫ്സീറുൽ ബൈലാവി കടന്നു വരുന്നുണ്ട്. അതിൻ്റെ മുസന്നിഫിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഷാഫിഈ മദ്ഹബിലെ ഉന്നതസ്ഥാനീയരായ പണ്ഡിതരാണല്ലോ ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം താജുദ്ദീൻ സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ തബഖാത്തു ഷാഫിഈയത്തിൽ കുബ്രയിൽ പേരെടുത്തു പറഞ്ഞ് ചരിത്രം പ്രതിപാദിച്ച മഹാനാണ് ഇമാം ബൈലാവി. അതോടൊപ്പം ഷാഫിഈ മദ്ഹബിൻ്റെ ഉസൂല് ക്രോഡീകരിക്കുന്ന വിഷയത്തിലൊക്കെ മഹാനവറുകളുടെ മിൻഹാജൊക്കെ നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അൽ മിൻഹാജുൽ ഫർഈ, അൽ മിൻഹാജുൽ അസ്ലി എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങൾ നമ്മുടെ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മിൻഹാജുൽ ഫർഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവവി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജാണ്. അതേസമയം അൽ മിൻഹാജുൽ അസ്ലി എന്ന് പറയുന്നത് ഇമാം ബൈലാവിയുടെ മിൻഹാജാണ്. അപ്പോൾ ഇമാം ബൈലാവിക്ക് വലിയ സ്ഥാനമുണ്ട്. മുഫസ്സിറായ നമ്മുടെ ഈ തഫ്സീർ എഴുതിയ ബഹുമാനപ്പെട്ട ബൈലാവി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സ്ഥാനമാണ് അവിടെ കാണിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആമുഖം അവസാനിപ്പിക്കുകയാണ്. ഇമാം ബൈലാവിയുടെ ഈ മിൻഹാജിനും നവവി ഇമാമിൻ്റെ മിൻഹാജിനും ഒരേപോലെ ഖിദ്മ ചെയ്യാൻ അവസരം കിട്ടിയൊരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾക്ക് അലിബ്തിഹാജ് എന്ന് പറഞ്ഞുകൊണ്ട് നവവി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജിന് ശർഹുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് അതിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥം പുറത്തിറങ്ങാൻ പോവുകയാണ്. അതേ ഇമാം സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹിയും അവിടുത്തെ മകനായ നമ്മുടെ താജുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹിയും ജമുൽ ജവാമിൻ്റെ മുസന്നിഫ് മഹാനവറുകൾ രണ്ടുപേരും കൂടി എഴുതിയ ഇമാം ബൈലാവിയുടെ മിൻഹാജിൻ്റെ അൽ മിൻഹാജുൽ അസ്ലിയുടെ ശർഹാണ് അൽ ഇബ്ഹാജ്. അത് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആമുഖമായി തഫ്സീർ ബൈലാവി അല്ലെങ്കിൽ മൊത്തത്തിൽ തഫ്സീറിനെ കുറിച്ച് വളരെ ഹ്രസ്വമായി നമുക്ക് മനസ്സിലാക്കാം. അതേസമയത്ത് നമ്മുടെ അയിമ്മത്തൊക്കെ തഫ്സീറുമായി ബന്ധപ്പെട്ട് മാത്രം വിവിധങ്ങളായ പഠനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കൽ നമ്മുടെ ഈ സെഷൻ്റെ ഒരു ഭാഗമല്ലല്ലോ. ബൈലാവി ആണല്ലോ നമ്മുടെ വിഷയം. ആയതിനാൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. തുടർന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഹിജ്റ 600-ൻ്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ടവർ ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നു. ഹിജ്റ 600 എന്നൊക്കെ പറയുമ്പോൾ അറബി ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് വളരെയധികം വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും
സംവാദങ്ങൾ നടക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. ഇമാം ബൈളാവിയുടെ തഫ്സീറിനെ കുറിച്ച് പറയുമ്പോൾ അതിലെ വരികൾ, ഉസ്താദ് അവർ ആമുഖം പറഞ്ഞു, അതിലെ വരികൾ ഒരു മഥിനിൻ്റെ ശൈലിയിലുള്ള വരിയാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദ് അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഫഖീഹും മുത്തസവ്വിഫും ഉസൂലിയും, 2 ഉസൂലുകളിലും വളരെ ആഴത്തിൽ വിൽപ്പത്തി നേടിയിട്ടുള്ള ഒരു പണ്ഡിതനായതുകൊണ്ട് തന്നെ ബൈളാവിയുടെ വരികളിലൊക്കെ അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യം നമുക്ക് കാണാൻ പറ്റും. ഓരോ വരി എടുത്തിട്ടും ഷാരിഹകൾ അത് വിശദീകരിക്കുമ്പോൾ അതിന് ശറഹുകളും ഹാഷിയകളും തഅലീഖുകളുമായിട്ട് ബൈളാവിക്ക് എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. 200-ൽ പരം ഗ്രന്ഥങ്ങൾ തന്നെ ഇമാം ബൈളാവിയുടെ തഫ്സീറിനെ അധികരിച്ച് രചിക്കപ്പെട്ടതായിട്ട് കാണാം. എന്തുകൊണ്ട് ലോകത്തുടനീളം ബൈളാവി ഇമാമിൻ്റെ തഫ്സീറിന് ഇത്രയും സ്വീകാര്യത കിട്ടി എന്നതിനെക്കുറിച്ച് വരെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു സേവനം ഉസ്മാനികളുടേതാണ്. ഉസ്മാനി ഖിലാഫത്തിൽ അവരുടെ സിലബസുകളിൽ പഠനത്തിന് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഫ്സീറുൽ ബൈളാവി. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലത്തും അതിനു മുൻപേയും ഉണ്ടെങ്കിലും ഈ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലത്ത് ലോകം എല്ലായിടത്തും അത് തഫ്സീർ വ്യാപിക്കുകയും വളരെ പ്രചാരം നേടുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരികൾക്കിടയിൽ ആശയങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന നമ്മുടെ ദർസി സിലബസിലുള്ള കിതാബുകളിൽ ചില കിതാബുകൾ നമ്മളെ പരിശോധിക്കുന്ന തരത്തിലുള്ള കിതാബുകളാണ്. കുത്തുബുല്ലിൽ ഇംതിഹാൻ എന്ന് പറയാം. വിദ്യാർത്ഥിയുടെ കഴിവളക്കാൻ പറ്റുന്ന കിതാബാണ്. അതിൽപ്പെട്ട ഒന്നാണ് ബൈളാവി. ബൈളാവിയുടെ വരികൾക്കിടയിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഇൽമുസ് തസ്രീഫ് മുതൽ ഇൽമുൻ നഹ്വ്, 2 ഉസൂലുകൾ, ഫിഖ്ഹ്, തസവുഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ കഴിവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ ആശയങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് നിർഗളിക്കുന്നത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിതാബാണ് ബൈളാവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പരിശോധനയ്ക്കുള്ള ഗ്രന്ഥമായിട്ട് പലപ്പോഴും മുത്തവല്ലിനും മറ്റൊക്കെ വരുമ്പോൾ ബൈളാവി വായിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ബൈളാവി വായിച്ചാൽ അയാൾക്ക് ഇൽമുൻ നഹ്വിൽ വിൽപ്പത്തിയുണ്ടോ എന്ന് മനസ്സിലാവും, ഇൽമു തസ്രീഫ് അറിയുമോ എന്നറിയാം, ഉസൂലിൽ കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓരോ ആശയങ്ങളെയും അത്രയ്ക്കും കുറഞ്ഞ വരികളിൽ വലിയ ആശയ പ്രപഞ്ചങ്ങൾ തന്നെ തീർത്തു വച്ചിരിക്കുകയാണ് ഇമാം ബൈളാവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തഫ്സീറുൽ ബൈളാവി അതൊരു സ്വതന്ത്ര രചനയാണോ അതല്ല മറ്റൊരു കിതാബിനെ അവലംബിച്ചുകൊണ്ട് എഴുതിയ രചനയാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാനമായും 2 വീക്ഷണങ്ങളാണുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ല അടക്കം ഇമാം സുയൂത്തി റഹിമഹുല്ല എല്ലാം പറയുന്നത് കശാഫിൻ്റെ ഒരു മുഖ്തസറായിട്ടാണ് തഫ്സീറുൽ ബൈളാവിയെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, ഇമാം ഹാജി ഖലീഫയെ പോലെ ചില പണ്ഡിതന്മാർ പറയുന്നത് വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ അവലംബിച്ചുകൊണ്ട് എഴുതിയ ഒരു രചനയാണ് തഫ്സീറുൽ ബൈളാവി എന്നാണ്. പ്രധാനമായും കശാഫിനെ അവലംബിച്ചിട്ടുണ്ട്. ഇഅ്റാബ്, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ തുടങ്ങിയ വിഷയങ്ങൾക്ക് കശാഫിനെ അവലംബിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൽമുൽ ഹിക്മ, ഇൽമുൽ കലാം തുടങ്ങിയ വിഷയങ്ങൾക്ക് ഇമാം റാസിയുടെ തഫ്സീർ അവലംബിച്ചിട്ടുണ്ട്. അതേപോലെ ഇസ്തിഖാഖുമായി ബന്ധപ്പെട്ട വിഷയം, ഇഷാറാത്തുകൾക്കൊക്കെ
ഇമാം റാഗിബുൽ ഇസ്ബഹാനിയുടെ തഫ്സീർ റാഗിബ് അവലംബിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 വീക്ഷണങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. എന്നാൽ ചില ആളുകൾ അതൊരു സ്വതന്ത്ര മറ്റ് കശാഫിനെയോ അല്ലെങ്കിൽ മറ്റു കിതാബിനെയോ അവലംബിച്ചുകൊണ്ട് എഴുതിയ ഒരു രചനയല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതങ്ങനെ ശരിയാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും കശാഫിനെ പ്രമുഖമായും അവലംബിക്കുകയും മറ്റ് തഫ്സീറുകളെയും അവലംബിച്ചുകൊണ്ട് എഴുതിയ ഒരു രചനയാണ് തഫ്സീറുൽ ബൈളാവി. തഫ്സീറുൽ ബൈളാവി ഇമാം ബൈളാവി റഹിമഹുല്ല കാലഘട്ടം നേരത്തെ പറഞ്ഞു. അതിനുശേഷം ഇമാം സുയൂത്തി റഹിമഹുല്ല എല്ലാം പറയുന്നുണ്ട്. വഷ്തഹറ ഇഷ്തിഹാറൻ ഷംസി ഫി വസ്തി നഹാർ. സൂര്യൻ മധ്യത്തിലായിരിക്കുമ്പോൾ സൂര്യൻ എത്രത്തോളം മഷ്ഹൂറായിട്ടുണ്ടാവുമോ ആ രൂപത്തിൽ തഫ്സീർ ബൈളാവി വലിയ പ്രസിദ്ധി ജനങ്ങൾക്കിടയിൽ നേടിയ വലിയ ഗ്രന്ഥമാണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അതിനൊക്കെ ഒരുപാട് ഹാഷിയകളും ഷുറുഹുകളും ഒരുപാട് വ്യത്യസ്തങ്ങളായ രചനകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. 900 ഇമാം സുയൂത്തിയുടെ വഫാത്ത് അറിയാം. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ തഫ്സീറുൽ ബൈളാവി അവലംബിക്കുന്നുണ്ട്. തഫ്സീറുൽ ബൈളാവി ഒരുപാട് ആളുകൾ അതേമേൽ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇമാം സുയൂത്തി റഹിമഹുല്ല എല്ലാം പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്തെ തഫ്സീറുൽ ബൈളാവി അയിമത്തിൻ്റെ ഇടയിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ പ്രചാരം നേടിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിലേക്കും ഉസ്താദന്മാർ സൂചനകൾ നൽകി. പ്രത്യേകിച്ച് ഇമാം ബൈളാവിയുടെ തഫ്സീർ അതിൻ്റെ അവലംബം ഏതാണ്, അവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു അഭിപ്രായ വ്യത്യാസങ്ങൾ അയിമ്മത്തിനുണ്ട്. ചിലർ പറയുന്നത് സെപ്പറേറ്റ് ഒരു രചനയാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അത് നേരെ കശാഫിൻ്റെ മുഖ്തസറാണ്. ജമഖ്ശരി ഇമാമിൻ്റെ കശാഫിനെ നേരെ ഹ്രസ്വമാക്കിയ സംക്ഷിപ്തമാക്കിയ ഗ്രന്ഥമാണ് ഇമാം ബൈളാവിയുടെ തഫ്സീർ. അതേസമയം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ചില കാര്യങ്ങൾ ബൈളാവി ഇമാം കശാഫിൽ നിന്നെടുത്തു, ചിലതൊക്കെ ഇമാം റാസിയുടെ അത്തഫ്സീറുൽ കബീറിൽ നിന്നെടുത്തു, മറ്റു ചില കാര്യങ്ങൾ ഇമാം ഇസ്ബഹാനിയെയാണ് അവലംബിച്ചത്. അങ്ങനെ ചർച്ച നീളുന്നുണ്ട്. ഇമാം റാസിയുടെ തഫ്സീർ എന്ന് പറയുമ്പോൾ ഈ ഇമാം ബൈളാവിയെ സംബന്ധിച്ചിടത്തോളം മുത്തഖദ്ദിമാണല്ലോ ഇമാം റാസി റളിയല്ലാഹു അൻഹു. മാത്രമല്ല റാസി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു രസകരമായൊരു സംഭവം കാണാൻ കഴിയും. ഒരിക്കൽ ഇബ്നു തൈമിയ പറഞ്ഞു, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീറിൽ എല്ലാ സംഗതിയുണ്ട്, എല്ലാ സംഗതിയും ചർച്ച ചെയ്യും, പക്ഷേ തഫ്സീർ മാത്രം ഉണ്ടാവില്ല. ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ. റാസി ഇമാമിൻ്റെ തഫ്സീറുൽ കബീറിൽ എല്ലാ സംഗതിയുണ്ട്, പക്ഷെ തഫ്സീർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു സംസാരം ബഹുമാനപ്പെട്ട ഇമാം സ്വഫദി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയ പറയുന്നത് കേട്ടു. സ്വഫദി ഇമാം ഇബ്നു തൈമിയൻ്റെ കാലത്ത് ജീവിച്ചൊരു മഹാപണ്ഡിതരാണ്. അൽ വാഫി ബിൽ വഫയാത്ത് എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥവും മറ്റു പല കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സ്വഫദി നേരെ ഇബ്നു തൈമിയൻ്റെ പ്രസ്താവന ചെന്നിട്ട് ബഹുമാനപ്പെട്ട സുബ്കി ഇമാമിനോട് പറഞ്ഞു. സുബ്കി ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ അന്യോന്യം നിരവധി ഗണനകൾ നടന്നിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇബ്നു തൈമിയ റാസി ഇമാമിൻ്റെ തഫ്സീറിനെ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വഫദി ഇമാമിനോട് സുബ്കി ഇമാം പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞത് ശരിയല്ല, ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. ഇന്നമാ ഫീഹി കുല്ലു ഷൈഇൻ മഅ തഫ്സീർ. തഫ്സീറുമുണ്ട്, അതോടൊപ്പം എല്ലാമുണ്ട്. അതാണ് തഫ്സീറുൽ കബീറിൻ്റെ പ്രത്യേകത എന്ന് ബഹുമാനപ്പെട്ട സുബ്കി ഇമാം ഇബ്നു തൈമിയയെ തിരുത്തിയെന്ന് ഇമാം സ്വഫദി തന്നെ നേരെ സ്വന്തം ഒരു അനുഭവമായിട്ട് മഹാനവറുകളുടെ അൽ വാഫി ബിൽ വഫയാത്തിൽ പറയുന്നുണ്ട്. പുറമെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ അദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് എടുത്തു ധരിച്ചിട്ടുണ്ട്. തുഹ്ഫത്തുൽ അദീബ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹിഷാം തങ്ങളെ മുഗ്നിൽ ലബീബിൽ പറയപ്പെട്ട അയിമ്മത്തിൻ്റെ ചരിത്രം പറയുന്ന കിതാബാണ്. നഹ്വിൻ്റെ മുഗ്നിൽ ലബീബ് ഉണ്ടല്ലോ, അതിൽ പറയപ്പെട്ട അയിമ്മത്തിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥം. ഏതാണെങ്കിലും വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീറിന് മുഖ്യമായ ഒരു അവലംബം ഏതഭിപ്രായം അനുസരിച്ചാണെങ്കിലും നല്ലൊരു അവലംബമായി കണ്ടത് ജമഖ്ശരി ഇമാമിൻ്റെ കശാഫ് തന്നെയാണ്. ജമഖ്ശരി ഇമാമിൻ്റെ കശാഫ് അവലംബിച്ചു എന്ന് പറയുമ്പോഴേക്ക് ചിലപ്പോൾ ചിലരെങ്കിലും അതിനെ ഒരു മറ്റൊരു കണ്ണോടുകൂടി കാണാൻ സാധ്യതയുണ്ട്.
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇമാം സമഖ്ശരിയുടെ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കിടക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിന് മുന്നേ ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി സമഖ്ശരി ഇമാമിൻ്റെ ഈ തഫ്സീർ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും അപ്പാടെ വിഴുങ്ങി എന്ന അർത്ഥത്തിലല്ല. മറിച്ച് സമഖ്ശരി ഇമാമിനെ അവലംബിക്കാവുന്ന ചില വിഷയങ്ങളിൽ, ഭാഷാപരമായ വിഷയങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ സമഖ്ശരി ഇമാമിനെ അവലംബിച്ചുകൊണ്ടാണ് തഫ്സീർ മുന്നോട്ട് പോയത്. അതല്ലാതെ സമഖ്ശരി ഇമാമിൻ്റെ ആ ഒരു ഇഅ്തിഖാദൊന്നും ബൈലാവി ഇമാം ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ചിലയിടങ്ങളിൽ സമഖ്ശരി ഇമാമിൻ്റെ കശാഫാകുന്ന ആ തഫ്സീറിൽ കൊണ്ടുവന്ന ഹദീസിനെ ഇമാം സമഖ്ശരിയെ വിശ്വസിച്ചുകൊണ്ടാകണം ബഹുമാനപ്പെട്ട ബൈലാവി ഇമാം അപ്പടി എടുത്തു വെക്കുന്നുണ്ട്. അവിടെ ചില വിഷയങ്ങൾ നിരൂപിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഏതായാലും സമഖ്ശരി ഇമാമിനെ കുറിച്ചുള്ള ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് ഇനി കടന്നു വരാം. അവിടെ അയിമ്മത്തിന് അഭിപ്രായ വ്യത്യാസം കിടക്കുന്നുണ്ട്. ഇമാം സമഖ്ശരി മുഅ്തസിലി ആയിരുന്നു, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് തന്നെയാണ്. മുഅ്തസിലി ആയിരുന്നു എന്ന് മാത്രമല്ല, വളരെ സ്ട്രോങ് മുഅ്തസിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ തഫ്സീറുൽ കശാഫ് തുടങ്ങുമ്പോൾ സമഖ്ശരി ഇമാം തുടങ്ങിയത് തന്നെ അൽഹംദുലില്ലാഹില്ലദി ഖലഖൽ ഖുർആന എന്ന് പറഞ്ഞിട്ടാണ്. ഖുർആൻ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന്. നമുക്കറിയാം ഖുർആനെ പറ്റി അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് എന്നാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അതേസമയത്ത് മുഅ്തസിലിയാക്കൾ ഖുർആൻ മഖ്ലൂഖാണ് എന്നും പറയും. അങ്ങനെ മുസ്ലിം ലോകത്ത് ഒരുപാട് അയിമ്മത്തിന് അങ്ങേയറ്റത്തെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളടക്കമുള്ള ഇമാമുമാർക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വന്നൊരു ചർച്ചയാണ്. നമ്മൾ അങ്ങോട്ട് ചർച്ച വൈമാറിയല്ല. അതേസമയത്ത് ഈ സമഖ്ശരി ഇമാം കിതാബ് ബൈലാവി കശാഫ് എഴുതുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി ഖലഖൽ ഖുർആന എന്ന് എഴുതിയപ്പോൾ പിന്നീട് അതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം വരുത്തേണ്ടി വന്നു. അവിടെ അദ്ദേഹമാണോ മാറ്റിയത് അതല്ല പിൽക്കാലക്കാർ മാറ്റിയതാണോ, അതൊക്കെ മറ്റൊരു ചർച്ച. ഏതാണെങ്കിലും പിന്നീട് അൽഹംദുലില്ലാഹില്ലദി ജഅലൽ ഖുർആന എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ജഅലൽ ഖുർആന എന്നാവുമ്പോൾ ഖുർആനെ സംവിധാനിച്ച എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം വെക്കാം. എന്നാലും അതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് എത്തിസാലിയത്ത് കടത്തിക്കൂട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ മുഅ്തസിലിയാക്കൾ ജഅലക്ക് അർത്ഥം വെക്കാറുള്ളത് സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ലാഹിറിൽ നോക്കുമ്പോൾ അവിടെ മുഅ്തസിലിയാക്കളെ വിശ്വാസം തോന്നുകയില്ല. എന്നാൽ ഉള്ളിലൂടെ ഒളിച്ചു കടത്തുകയാണ് എത്തിസാലിൻ്റെ ആശയം. അതല്ലെങ്കിലും സമഖ്ശരി ഇമാം തഫ്സീറിൽ ചിലയിടത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാരണം പിന്നെ അള്ളാഹുവിനെ മരണപ്പെട്ടു പോയ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ പിന്നെ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ സ്വർഗത്തിലെത്തുക എന്നുള്ളത് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട് സമഖ്ശരി ഇമാം. അപ്പോൾ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു ഇത്ഖാനിൽ പറയുന്നുണ്ട്, ലാഹിറിൽ നമ്മൾ വായിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ അനുഗ്രഹമാണല്ലോ സ്വർഗത്തിലെത്തുക എന്നുള്ളത്. എന്നാൽ സമഖ്ശരി ഇമാം ചുളുവിൽ ഒരാശയം അവിടെ സമർത്ഥിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ കാണുക എന്ന ലിഖാഉല്ലാഹി എന്നുള്ളൊരു സംഗതി മുഅ്തസിലിയാക്കൾക്കില്ല, അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ലിഖാഉല്ലാഹി ഇല്ലല്ലോ അവർക്ക്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കലോടെ എല്ലാം കഴിഞ്ഞു എന്നൊരാശയം മെല്ലെ ഉള്ളിലൂടെ സമർത്ഥിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സുയൂത്തി ഇമാം ഇത്ഖാനിൽ പറയുന്നുണ്ട്. എന്നതുപോലെ ചില ഇടങ്ങളിലെല്ലാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കം ചില രീതിയിൽ അവിടുത്തെ താദീമിനൊക്കാത്ത പരാമർശങ്ങൾ കശാഫിലുണ്ട്. ബഹുമാനപ്പെട്ട തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കശാഫ് ഇങ്ങനെ ഓതുകയായിരുന്നു. അങ്ങനെ ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മോശം വരുന്ന രീതിയിലുള്ള സംസാരം കണ്ടപ്പോൾ ഓത്ത് നിർത്തിയിട്ട് അലിൻകിഫാഫ് അൻ ഇഖ്റാഇൽ കശാഫ് അല്ലെങ്കിൽ അൻ ഖിറാഅത്തിൽ കശാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബെന്നെ കശാഫിനെതിരെ എഴുതിയെന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഈദുൻ നിഅം വ മുബീദുൻ നിഖം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം, കശാഫിൻ്റെ മുസന്നിഫ് നേരത്തെ ഒരു മുഅ്തസിലിയായിരുന്നു. എന്നാൽ പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സുയൂത്തി ഇമാമിനെ പോലത്തവർ അദ്ദേഹം മടങ്ങിയെന്നും എന്നാൽ മടങ്ങിയിട്ടില്ല എന്നാണ് ഖിലാദത്തുൻ നഹറിൻ്റെ മുസന്നിഫ് അല്ലാമ ഹളറമിയെ പോലത്തവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ആ ഒരു കശാഫിനെ ബൈലാവി ഇമാം അവലംബിച്ചിട്ടുണ്ട്. അതൊരിക്കലും മുഅ്തസിലി അഖീദ എടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കശാഫിൻ്റെ മുസന്നിഫിൻ്റെ ചില കഴിവുള്ള ഭാഗങ്ങളുണ്ടാകുമല്ലോ, ആ ഭാഗങ്ങളിലേക്കായിരുന്നു അവലംബം പോയിരുന്നത്. സഹ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ചേർക്കാൻ തോന്നുന്നു. കശാഫിൽ സമഖ്ശരി
മുഅ്തസിലി ആശയങ്ങൾ പറയുന്നിടത്ത് കൂടുതൽ സ്ഥലങ്ങളിലും സൂചനകളിലൂടെ കടന്നു പോകാനുള്ള കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഭരണത്തിലിരിക്കുന്നത് സുന്നി രാജാവായതുകൊണ്ട് തന്നെ, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, തുടക്കത്തിൽ ഖലഖ മാറ്റി ജഅലൊക്കെ ആക്കിയിട്ട്. കാരണം അന്നത്തെ കാലത്തൊരു സാഹചര്യം, നമ്മളിപ്പോൾ ഇന്ന് പ്രസ്സിൽ കൊടുത്ത് അടിച്ചടിച്ച് ഇറക്കുന്നതിന് പകരം കിതാബുകളൊക്കെ കൊട്ടാരത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുക. എല്ലാം എന്നല്ല, എന്നാൽ അധികവും അങ്ങനെ സമർപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. രാജാവിൻ്റെ സമക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ പ്രചാരം കിട്ടുകയും മറ്റുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അന്ന് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ രാജാവിൻ്റെ കൽപ്പനകൾ, ഇവകൾക്കെതിരിൽ വിമർശനങ്ങളായിട്ടോ മറ്റോ ഒന്നും അതിൽ വരാത്ത രൂപത്തിൽ നോക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇഅ്തിസാലിൻ്റെ പല ആശയങ്ങളും വ്യംഗ്യമായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. ഇത് തുറന്നു പറഞ്ഞതുമുണ്ട്. അതോടൊപ്പം തന്നെ ബൈളാവിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന, ഇമാം ബൈളാവി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് തന്നെ മുഅ്തസിലത്തിനെയാണ്. മുഅ്തസിലികളുടെ ഓരോ ആശയങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് ഇമാം അവർ വളരെ വിശദമായിട്ട് ഗണ്ണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബൈളാവി ചൂടേറിയ സംവാദത്തിൻ്റെ ഇടം കൂടിയാണ്. ഒരു തഫ്സീറുൽ മൗസൂഇ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ, ഒരു എൻസൈക്ലോപീഡിക്, ഒരു വിജ്ഞാന കോശം എന്നൊക്കെ പരാമർശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിജ്ഞാന ഗ്രന്ഥമാണ് ബൈളാവി. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഉലൂമുകളിൽ എത്രത്തോളം നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ അത്രയും കാര്യങ്ങൾ നമുക്ക് ബൈളാവിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയപ്പെടേണ്ട കാര്യങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. ഒരുപാട് ശുറൂഹുകൾ, ഹാഷിയകൾ, തഅലീഖാത്തുകൾ വിശദമായിട്ട് ബൈളാവിക്കുണ്ട്. അതിൽ ഓരോ ഇമാമുകളും അവർ അഗ്രഗണ്യന്മാരായിട്ടുള്ള വിഷയങ്ങൾ അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. നമ്മളൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ വായിച്ചപ്പോൾ ചില വരികൾ നമുക്ക് വഴങ്ങാതെ വന്നത് പ്രധാനമായിട്ടും ഷെയ്ഖ്സാദയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ മഹാനവറുകൾ കണ്ടെത്തി തരുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് ബൈളാവിയുടെ ആഴം നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാകുന്നത്. വിവിധ വിശദീകരണങ്ങൾ ബൈളാവിക്ക് വരാൻ തന്നെയുള്ള കാരണം ഓരോരുത്തർ അവരവർക്ക് വിൽപ്പത്തിയുള്ള അറിവനുസരിച്ച് അതിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് ആഴത്തിലുള്ള അറിവുകൾ ഉരുത്തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ അന്ന് പഴയ കാലത്ത് നമ്മുടെ ഉലമാക്കൾ, ഇമാമുകൾ അടക്കം, ആധുനിക കാലത്ത് ബഹുമാനപ്പെട്ട ബാവസ്ഥാദ് അടക്കം, അതുപോലെ തന്നെ ഈ അടുത്ത് വഫാത്തായി പോയിട്ടുള്ള അഹ്മദ് ഫതഹുല്ല ജാമി, നമ്മൾ ബൈളാവി ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ തിരക്കുള്ള കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കിതാബാണ് അദ്ദേഹത്തിൻ്റെ അൽ മുജറദുൽ മുഖ്തസർ മിൻ തഫ്സീറിൽ ബൈളാവി എന്ന് പറയുന്ന ഗ്രന്ഥം. തഫ്സീറുൽ ബൈളാവിയുടെ മനോഹരമായ ഒരു മുഖ്തസറാണ് അൽ മുജറദുൽ മുഖ്തസർ മിൻ തഫ്സീറിൽ ബൈളാവി. നമുക്ക് PDF ലഭ്യമാണ്. ഈ അടുത്താണ് അതിൻ്റെ രചയിതാവ് അഹ്മദ് ഫതഹുല്ല ജാമി റഹിമഹുല്ല വഫാത്തായത്. വളരെ നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഉലമാഇൻ്റെ അതേ രീതിയാണ് നമുക്ക് കണ്ടിടത്തോളം കാണാൻ അദ്ദേഹത്തിൽ പറ്റിയത്. ഷെയ്ഖിനെക്കുറിച്ചും തരീഖത്തിനെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ സമസ്തയുടെ ഉലമാക്കൾ പറയുന്ന അതേ നിലപാടിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നഖ്ശബന്ദി ഷാദിലി തരീഖത്തിൻ്റെ ഷെയ്ഖ് കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാന എഴുത്ത് കള്ളത്തരീഖത്തുകാരെ വിമർശിക്കുന്നതായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. പുതിയ ലോകത്ത് തരീഖത്തിൻ്റെ പേരിൽ നടക്കുന്ന വൃത്തികേടുകളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ തഫ്സീറിനൊരു വളരെ മനോഹരമായ ആമുഖമുണ്ട്, അൽ മുജറദുൽ മുഖ്തസർ. ഏകദേശം 1000ഓളം പേജ് വരുന്ന മനോഹരമായ ഇഖ്തിസാറാണ്. ബൈളാവിയുടെ കൂടെയും അല്ലാതെയും നമുക്ക് നല്ല ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച് നോക്കാൻ പറ്റിയ ഒരു കിതാബ്. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, അത് ശരിക്കും ഒരു കാലത്തിൻ്റെ വ്യത്യാസം കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്തെ ഉലമാഇന് അന്നത്തെ കാലത്ത് ഫിലോസഫിയുടെയും മന്തിഖിൻ്റെയും ഒക്കെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ബൈളാവി പോലുള്ള തഫ്സീറുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ പുതിയ കാലത്തെ നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും
ഇതൊക്കെ എന്തിനാണ് ഇത്രയും വിശദമായിട്ടും വിസ്തരിച്ചും പറയുന്നത് എന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ട് അവിടെ വരും. അതിന് നമ്മൾ വേണ്ടത്, ഇപ്പോൾ മമ്പീദ് ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ആ കാലഘട്ടങ്ങളിൽ താരീഖ് നമ്മൾ പഠിക്കണം, ചരിത്രം പഠിക്കണം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചകൾ, ഇതെല്ലാം പറയുമ്പോൾ അന്ന് ഇതിലുള്ള പല കാര്യങ്ങളും പ്രസക്തമായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ഇന്ന് അത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം എന്ന് പറയുന്നതിന് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. ഇപ്പം അൽ മുജറദുൽ മുഖ്തസറിനെ കുറിച്ച് അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ബൈലാവിയുടെ തഫ്സീറിന് ഒരു ചെറിയ വിമർശനം പറയുന്നുണ്ട്. ബൈലാവി ഇമാമ് എല്ലാ ചർച്ചകളിലേക്കും കടന്നു പോകുന്നു. നഹ്വിലേക്ക് പോകുന്നു, ലുഗത്തിലേക്ക് പോകുന്നു, ഇൽമുൽ ബലാഗയിലേക്ക് പോകുന്നു. പലയിടത്തും തഫ്സീർ തന്നെ പറയാൻ മറന്നു പോകുന്നുണ്ട് ഇമാം ബൈലാവി എന്ന് അദ്ദേഹം വിമർശിക്കുന്നത് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ അതുകൊണ്ട് തന്നെ ബൈലാവിയുടെ അവലംബങ്ങൾ നോക്കി അത്തരം ഭാഗങ്ങളിൽ അതിൻ്റെ തഫ്സീറുകൾ ഇതിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ തഫ്സീറുകൾ മാത്രമാക്കുകയും ഉസൂലിൻ്റെയും അതുപോലെ തന്നെ ഇൽമുൽ കലാമിൻ്റെയും ഒക്കെ വിശദമായ ചർച്ചകൾ ഒഴിവാക്കുകയും വിശേഷിച്ച് ഭാഷാപരവും അതുപോലെ തന്നെ വ്യാകരണപരവുമായ ചർച്ചകളെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രന്ഥമാണ്. ബൈലാവി ജമഖ്ശരിയുടെ കശാഫിനെ അവലംബിച്ചു എന്ന് പറഞ്ഞല്ലോ. അവിടെ ഉസ്താദ് പറഞ്ഞു, ജമഖ്ശരി നല്ല സ്ട്രോങ് ആയ ഒരു മുഅ്തസിലി തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ രസകരമായൊരു കാര്യം ചരിത്ര കിതാബിൽ കാണാൻ പറ്റും. ജമഖ്ശരിയുടെ ആരെങ്കിലും കാണാൻ ചെന്നാൽ വാതിലിൽ മുട്ടിയാൽ അവർ പറയുമായിരുന്നു, അബുൽ ഖാസിമു ജമഖ്ശരി അൽ മുഅ്തസിലി ബിൽ ബാബ്, മുഅ്തസിലിയായ ജമഖ്ശരിയാണ് പുറത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതായാലും ജമഖ്ശരിയുടെ കശാഫിനെ അവലംബിച്ചു എന്ന് പറയുമ്പം സ്വാഭാവികമായും ചില ആശയങ്ങൾ ബൈലാവിയിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതൊരിക്കലും ഇമാം ബൈലാവി റഹിമഹുല്ല ആ ആശയം സ്വീകരിച്ചതിൻ്റെ പേരിലോ അല്ല, മറിച്ച് ഇമാം ഇബ്നു അജൽ ഹൈതമി റഹിമഹുല്ല സബത്തിലൊക്കെ വിശദീകരിച്ചതുപോലെ സഹ്വൻ നിലക്ക് അറിയാതെ ചില എഴുത്തിയാലി ആശയങ്ങൾ ബൈലാവിയിൽ സ്വാഭാവികമായ രൂപത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സുബുൽ ഹുദ വർ റഷാദിൻ്റെ മുസന്നിഫ് ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സോലിഹി അശ്ശാമി റഹിമഹുല്ല ബൈലാവി കശാഫിലയോട് പിൻപറ്റിയ കശാഫിനെ പിൻപറ്റിക്കൊണ്ട് വന്ന ചില അബദ്ധങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അൽ ഇത്ഹാഫ് ഫീമാ തബിയൽ ബൈലാവി സോഹിബൽ കശാഫ് എന്നൊരു ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. അതേപോലെ വേറെയും ഒരുപാട് രചനകളുണ്ട്. അല്ലാമ നൗബി എന്നവർ കശാഫിനെ ഇത്സാരി വിഷയങ്ങളിൽ ബൈലാവിയിൽ സംഭവിച്ചു പോയ ചില അബദ്ധങ്ങൾ പരാമർശിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്ന ഒരു ആശയം കാണാം. മുഅ്തസിലിയത്തിൻ്റെ അടുക്കൽ വിശ്വാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് മക്കയിൽ ആരും തന്നെ ഏകനായ ഒരു ഇലാഹിനെ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ബൈലാവിയിലും സൂറത്തുൽ കാഫിറൂൻ്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി അടക്കം ആരും നുബുവത്തിന് മുമ്പ് മക്കയിൽ ആരും അള്ളാഹുവിനെ ഏക ഇലാഹിനെ ആരാധിച്ചിട്ടില്ല എന്നൊരു പരാമർശം കാണാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വഹീൽ ബുഖാരിയിലെ വഹീൻ്റെ ആ ഒരു വലിയ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, യതഹന്നസു അയ്യതഅബ്ബദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏകമായ ഒരു ഇലാഹിനെ തന്നെ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ബൈലാവിയിൽ അത് കശാഫിനെ പിൻപറ്റിയ ഒരു സ്ഥലമായിട്ടാണ് അയിമത്ത് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ എഴുത്തുദാരിയത്തിൻ്റെ ചില വാദങ്ങൾ, ചില പരാമർശങ്ങൾ ബൈലാവിയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇമാം ബൈലാവി റഹിമഹുള്ളക്ക് ഒരിക്കലും മുഅ്തസിലി ആയിരുന്നില്ല, മറിച്ച് സ്വാഭാവികമായും ഒരു ഗ്രന്ഥം ചുരുക്കുമ്പോൾ വന്നു പോകാവുന്ന ചില സ്വാഭാവികമായ പിഴവുകൾ മാത്രമായിട്ട് അതിനെ മനസ്സിലാക്കണം. മുഅ്തസിലത്തിന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹിമഹുള്ള വിമർശിക്കുന്നുണ്ട്. നമ്മുടെ തുടക്കത്തിൽ നാം ബക്കറ ഓതുന്ന അവസരത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്ന ആ ഒരു വിശദീകരണത്തിൻ്റെ ശർഹിൽ കാണാൻ പറ്റുന്ന ചർച്ചയുണ്ട്. അമല് കൊണ്ട് കാഫിറായി പോകുമോ ഇല്ല എന്നുള്ളത്. ഇവിടെ ബൈലാവിൻ്റെ ശൈലി മനസ്സിലാക്കാനും ഈ ഒരു വിശദീകരണം ഉദാഹരണമാക്കി പറയാൻ പറ്റും. ഇമാം ബൈലാവിയുടെ ശൈലി ഏത് വിഷയങ്ങളും പറയുമ്പോഴും അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. ഇവിടെ മുഅ്തസിലത്തിൻ്റെ വാദം ഇന്നതായിരുന്നു, ഖവാരിജിൻ്റെ വാദം ഇന്നതായിരുന്നു, അഹ്ലുസുന്നയുടെ വാദം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ രണ്ട് വാദങ്ങൾ ശരിയല്ല, അഹ്ലുസുന്നയുടെ വാദമാണ് ശരി എന്ന് ശേഷം ഒരുപാട് ആയത്തുകളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും സമർത്ഥിക്കുന്ന ഒരു ശൈലിയാണ് ഇമാം ബൈലാവി സ്വീകരിച്ചത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുന്ന ചർച്ചയിൽ ഈമാൻ എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി പറയുന്നുണ്ട്, അമല് കൊണ്ട് കാഫിറായി പോകുമോ ഇല്ല എന്നുള്ളത്. അവിടെ കൃത്യമായി തന്നെ ഖവാരിജിൻ്റെ വാദപ്രകാരം അമല് കൊണ്ട് കാഫിറായി പോകുമെന്നാണ്. ഈ മുഅ്തസിലിൻ്റെ വാദപ്രകാരം അമല് കൊണ്ട് ഈമാനിൽ നിന്ന് പുറത്തു പോകും, കുഫറിലെത്തൂല എന്നാണ്. അഹ്ലുസുന്നയുടെ വാദം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വാദമാണ് ശരി എന്ന് ഇമാം ബൈലാവി റഹിമഹുല്ലാഹ് സമർത്ഥിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ബൈലാവിയുടെ ഒരു ശൈലി ഞാൻ മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അതേപോലെ തന്നെ ഇജ്തിഹാദിനെ കൃത്യമായി ഗണ്ണിക്കുന്നുണ്ട്. മുഅ്തസിലി വാദങ്ങളെ കൃത്യമായി അവർ ഗണ്ണിക്കുന്നുണ്ട്. അതേപോലെ ശേഷം ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറയുന്ന വിശദീകരണത്തിൽ റിസ്ക് ഹലാലായ റിസ്ക് മാത്രമേ, ഹലാലായതിന് മാത്രമേ അള്ളാഹു നൽകി എന്ന് പറയാൻ പറ്റുള്ളൂ, ഹറാമ് അള്ളാഹുലേക്ക് ചേർത്താൻ പാടില്ല എന്നാണ് അവരുടെ വാദം. അപ്പോൾ അവിടെ കൃത്യമായി തന്നെ ഇജ്തിഹാദിൻ്റെ വാദം ഇന്നതാണ്. അവിടെ അഹ്ലുസുന്നയുടെ വാദം ഹറാമാണെങ്കിലും ഹലാലാണെങ്കിലും എല്ലാം റിസ്ക് തന്നെയാണ് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ആയത്തുകളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയുടെ വാദമാണ് ശരി എന്ന് ഇമാം ബൈലാവി റഹിമഹുല്ലാഹ് സമർത്ഥിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് രണ്ട് വിഷയത്തിനാണ്. ഒന്ന്, ഇമാം ബൈലാവി സ്വീകരിച്ചൊരു ശൈലി മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇഅ്തിദാലിയത്തിനെയും അതേപോലെ ഖവാരിജ് പോലത്തെ അവാന്തര വിഭാഗത്തിൻ്റെ വാദങ്ങളെ കൃത്യമായി തന്നെ മഹാനവറുകൾ ഗണ്ണിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയിട്ടാണ്. അപ്പോൾ ബൈലാവി ഇമാമിൻ്റെ പ്രധാനപ്പെട്ട ഒരവലംബം, ഒരഭിപ്രായമനുസരിച്ച് നേരെ കശാഫിൻ്റെ മുഖ്തസർ, മറ്റൊരഭിപ്രായമനുസരിച്ച് വിവിധ ഗ്രന്ഥങ്ങളെ അവലംബിച്ചതിൽ പ്രധാനപ്പെട്ട ഒരവലംബം ഈ കശാഫാകയാൽ തന്നെ ഇമാം സമഖ്ശരി ആണെങ്കിലോ ഒരു തീവ്രവാദി മുഅ്തസിലി ആയതിനാൽ ആ ഒരു നിലപാട് ചിലപ്പോൾ അറിയാതെ ചിലപ്പോഴെങ്കിലും ബൈലാവിയിൽ വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അതൊരിക്കലും ഇമാം ബൈലാവിയെ ആക്ഷേപിക്കേണ്ട ഒരു സംഗതിയല്ല. കാരണം പലപ്പോഴായി ഉസ്താദന്മാർ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നു. ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തിയുക്തം ബിദ്അത്തിൻ്റെ വാദങ്ങളെ കൊടഞ്ഞെറിയുന്നത് ഈ ബൈലാവിയിൽ തന്നെ, തഫ്സീറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രധാന അവലംബം സമഖ്ശരി ഇമാമിൽ നിന്നായതുകൊണ്ട്, സമഖ്ശരി ഇമാമാണെങ്കിൽ ചെറിയ ഒളിച്ചു കടത്തുന്ന ഒരു ശൈലി, ഇഅ്തിസാലിയത്തിനെ ഒളിച്ചു കടത്തുന്ന ഒരു ശൈലി ഉള്ളതാകയാൽ ആ ഒരു നിലയിൽ ചില വിഷയങ്ങൾ സംഭവിച്ചു പോവുകയും ഇമ്മത്ത് ഇമാം ഇബ്നു ഹജറിനിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സബത്തിലും അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന പല അയിമ്മത്തും അവരുടേതായ ഗ്രന്ഥങ്ങളിലും ആ കാര്യം സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ബഹുമാനപ്പെട്ട അയിമ്മത്തിൽ ചിലർ ഈ ഭാഗം ഉണർത്താൻ വേണ്ടി പ്രത്യേകമായ രചന തന്നെ നടത്തുകയും ചെയ്തു. ഏതാണെങ്കിലും ബൈലാവി ഇമാമിൻ്റെ നമ്മുടെ ചർച്ചയിലുള്ള തഫ്സീർ, അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടന്നു ചെല്ലാം. പ്രത്യേകിച്ചും ഇമാം ബൈലാവിയുടെ ഈ തഫ്സീറിന് ഖിദ്മ ചെയ്ത മഹാന്മാർ ഒരുപാടാണ്. എത്രയോ മഹാന്മാർ വിവിധ രീതിയിൽ, ചില മഹാന്മാർ തഫ്സീറുൽ ബൈലാവിയിൽ പരാമർശിക്കപ്പെട്ട ഹദീസുകളുടെ അവലംബം വിശദീകരിക്കാൻ വേണ്ടി മാത്രം രചന നടത്തിയവരുണ്ട്. തഖ്രീജ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഹദീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹദീസ് ഉദ്ധരിക്കേണ്ടത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. സിഹാഹു സിത്ത, അതല്ലെങ്കിൽ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ, തൊബ്രാനി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങൾ, ഹാക്കിം തങ്ങളെ ഗ്രന്ഥം എന്നതുപോലെ വിവിധ ഗ്രന്ഥങ്ങളിലാണ് ഹദീസുകൾ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അതാണല്ലോ നേരെ അവലംബമാക്കേണ്ടത്. ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി ജസ്റ്റ് ഹദീസ് പറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അവലംബം ഓരോ ഹദീസും എവിടെയുള്ളതാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രം അല്ലാമ മുനാവിയെ പോലത്തവർ സ്പെഷ്യലായി തന്നെ കിതാബ് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. വിപണിയിൽ തന്നെ ലഭ്യമാണ്. അങ്ങനെ ഖിദ്മ ചെയ്ത മഹാന്മാരുണ്ട്. ചില മഹാന്മാർ സെപ്പറേറ്റ് നേരെ ഖിദ്മ ചെയ്തിട്ടില്ല, എന്നാൽ ബൈലാവിയെ നിരൂപിക്കുന്ന ചില ചർച്ചകൾ തങ്ങളുടെ തഫ്സീറുകളിൽ കൊണ്ടുവന്നവരുമുണ്ട്. ഖതീബ് ഷിർബീനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ്. മഹാനവറുകളുടെ അസ്സിറാജുൽ മുനീർ എന്ന തഫ്സീറിൽ പലപ്പോഴും സൂറത്തുകളുടെ അവസാനത്തിൽ ചിലപ്പോൾ ഇമാം ബൈലാവിയുടെ ചില ഹദീസുകളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നിരൂപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സിറാജുൽ മുനീറിൽ. ഞാൻ പറഞ്ഞു വന്നത്, ബൈലാവി ഇമാമിൻ്റെ തഫ്സീറിന് വിവിധ രീതിയിൽ ഖിദ്മ എടുത്ത മഹാന്മാർ, അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഹദീസുമായി ബന്ധപ്പെട്ട അവിടുത്തെ പരാമർശങ്ങളെ ചർച്ചക്കെടുക്കുന്ന അയിമത്ത്. മറ്റൊന്നാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഹവാശികൾ തയ്യാറാക്കുക. ബൈലാവിക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ബുഖാരി ഉസ്താദ് സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാദ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യാഖ്യാനം.
നമ്മളൊക്കെ പലപ്പോഴും ദർസുകളിലൊക്കെ കൂടുതൽ അത് അവലംബിക്കുന്നു. ആ ഗ്രന്ഥത്തിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഹിജറ 1000 മുന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സാദ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. അത്രക്കും പ്രാധാന്യം മഹാനവർകൾക്കുണ്ട്. അതിൻ്റെയും പുറമെ ഔലിയാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ച വലിയ മഹാനാണ് ഷെയ്ഖ് സാദ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബ്ദുറൌഫിൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഔലിയാക്കളെ ചരിത്രം പറയാൻ വേണ്ടി തൊബഖാത്തു സൂഫിയ തയ്യാറാക്കിയപ്പോൾ അതിൽ ഇടം പിടിച്ച് വിശദമായി ചരിത്രം പറയപ്പെട്ട ഒരു മഹാനാണ് ഷെയ്ഖ് സാദ. അത്രക്കും പ്രാധാന്യമുള്ളവരാണ്. ഈ ഷെയ്ഖ് സാദ റഹ്മത്തുള്ളാഹി അലൈഹി ബൈലാവിക്ക് ഹാസിയ തയ്യാറാക്കുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, വിവരിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാം. വളരെയധികം ഇൽമിലും അതുപോലെ തഖ്വയിലും എല്ലാ നിലക്കും ഹദീസിലാണെങ്കിലും തഫ്സീറിലാണെങ്കിലും ഉസൂലിലാണെങ്കിലും നിഖില മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹാൻ. ഇപ്പോൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, തുർക്കിയിലെ ദാറുൽ ലുബാബ് ഒരു പ്രത്യേകമായൊരു പദ്ധതി അവർ മുന്നോട്ട് പോവുകയാണ്. ആ പദ്ധതിയുമായിട്ട് അഥവാ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഏകദേശം 400 ലഘുകൃതികൾ അവർ പുറത്തിറക്കുകയാണ്. 35ലധികം വാള്യം വരുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഏകദേശം 25ലധികം വാള്യങ്ങൾ വിപണിയിലെത്തിക്കഴിഞ്ഞു, ലഭ്യമാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സുയൂത്തി ഇമാമിൻ്റെ ലഘുകൃതികൾ 400 പുറത്തിറക്കുക. വലിയ ഗ്രന്ഥങ്ങളല്ല. വലിയ ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ സുയൂത്തി ഇമാമിന് 48,000 ഹദീസുകൾ ക്രോഡീകരിച്ച അൽ ജാമിഉൽ കബീർ അല്ലെങ്കിൽ ജമ്മുൽ ജവാമി 2 പേരുണ്ട്, ആ ഗ്രന്ഥമുണ്ട്. അതേപോലെ ദുറുൽ മൻസൂർ തഫ്സീറുണ്ട്. അതല്ലാത്ത പല ഗ്രന്ഥങ്ങളും സുയൂത്തി ഇമാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ആ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു 10ലധികം വാള്യം വരുന്ന ഒരു വ്യാഖ്യാനം ബൈലാവിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നവാഹിദുൽ അബ്കാർ എന്നാണ് അതിൻ്റെ പേര്, നവാഹിദുൽ അബ്കാർ. ഇപ്പോൾ ആ 14 വാള്യങ്ങളിലായി ആ ഗ്രന്ഥം ദാറുൽ ലുബാബ് സെപ്പറേറ്റ് ആയിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 14 വാള്യങ്ങൾ നവാഹിദുൽ അബ്കാർ എന്ന് പറയുന്ന ബൈലാവിയുടെ ഹാസിയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ആമുഖം തീർച്ചയായിട്ടും നമ്മളൊന്ന് വായിച്ചിരിക്കണം. കാരണം തഫ്സീറുകളുടെ ആ ഒരു കാലഗണന എന്ന് പറഞ്ഞാൽ തഫ്സീർ എങ്ങനെയാണ്, ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു തഫ്സീർ, പിന്നീട് എങ്ങനെയാണ് വന്നത്, പിന്നീട് എങ്ങനെയായി, അതിൻ്റെ ആ ഒരു ക്രൊണോളജിക്കൽ സ്റ്റൈലൊക്കെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നവാഹിദുൽ അബ്കാറിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചില തഫ്സീർ ബൈലാവിയുടെ ഹാസിയ ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. ഷെയ്ഖ് സാദ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്, ഇമാം സുയൂത്തി എഴുതിയിട്ടുണ്ട്, ഇമാം ഇബ്നു തംജീദ്, അങ്ങനെ പല ഇമാമുമാരും. നേരത്തെ ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമാനമായ കലമുൽ ഇസ്ലാം ബാവ ഉസ്താദ് നല്ലൊരു ഹാഷിയ ബൈലാവിയുടെ ആമുഖത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ഇടയിൽ പ്രസിദ്ധമായ ഷിഹാബ് എന്ന് ഉസ്താദുമാരൊക്കെ ചുരുക്കി പറയുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഖഫാജി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതാണ്. അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖഫാജി അൽ മിസ്രി, ഹിജറ 1069 വഫാത്തായ പണ്ഡിതർ. മഹാനവറുകൾ എഴുതിയ, നമ്മൾ ചുരുക്കപ്പേരിൽ ഷിഹാബ് എന്ന് മാത്രം പറയുന്ന ഈ ഇമാം ഖഫാജിയുടെ ഹാസിയ, ആ ഹാസിയയും ഇപ്പോൾ ദാറുൽ ലുബാബ് പ്രസിദ്ധീകരിച്ചു. 27 വാള്യമുണ്ട്, 27 വാള്യം, നല്ല എഡിഷൻ. നേരത്തെ ഗ്രന്ഥമുണ്ട്, PDF-ഉം അല്ലാതെയൊക്കെ നമുക്ക് നെറ്റിലൊക്കെ ലഭ്യമാണ്. എന്നാലും അതിൻ്റെ പരിഷ്കരിച്ച എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറുള്ള കോപ്പി നമുക്ക് ലഭ്യമാണ്. അപ്പം അത്രക്കും അയിമ്മത്ത് ഏറ്റെടുത്തൊരു ഗ്രന്ഥം. അവർ ഈ ഗ്രന്ഥത്തിന് പിറകെ കൂടിക്കൊണ്ട് ആ ഗ്രന്ഥത്തിന് മദ്ഹ് ചെയ്യാനും, നേരത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ നമ്മുടെ ഇമാം ഹാജി ഖലീഫ റഹ്മത്തുള്ളാഹി അലൈഹി കശ്ഫുൽ ഉനൂനിൽ ബൈലാവിയെ പറ്റിയൊക്കെ പറയുന്ന ഭാഗം ജസ്റ്റ് ഒരു തവണ നമ്മളൊന്ന് മുത്താലഅ ചെയ്താൽ ബൈലാവിക്ക് അയിമ്മത്ത് എത്രത്തോളം ഇഅ്തിനാഅ് ചെയ്തു എന്നുകൂടി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ചിലത് മാത്രം സൂചിപ്പിച്ചതാണ്. അതിന് പിൽക്കാലക്കാരായ അയിമ്മത്ത് ഖിദ്മ ചെയ്തതും അടുത്തിടെ വഫാത്തായ ഷാദുലി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്ന, അതനുസരിച്ച് ജീവിതം നയിച്ച വലിയ പണ്ഡിതർ ബൈലാവിക്ക് തയ്യാറാക്കിയ ഇഖ്തിസാറിനെ കുറിച്ചൊക്കെ ഉസ്താദ് നേരത്തെ പറയുകയുമുണ്ടായി. ഉസ്താദ് പറഞ്ഞ സുയൂത്തി ഇമാമിൻ്റെ നവാഹിദിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. നവാഹിദുൽ അബ്കാറിലെ ശരിക്കും നമുക്ക് ഈ അടുത്താണ് അതിൻ്റെ പ്രിൻ്റ് ലഭ്യമായത്. നേരത്തെ സൗദി അറേബ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD തീസിസിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ആമുഖ ഭാഗങ്ങളെ ലഭ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തുർക്കിയിൽ നിന്ന് അത് പബ്ലിഷ് ചെയ്തു, മുഴുവനായിട്ടും നമുക്ക് ലഭ്യമാണ്. വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു ഷർഹാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഹിദ് എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും ബൈലാവിയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈലാവി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംശയങ്ങൾ, പ്രധാനപ്പെട്ട സംശയങ്ങൾ, പ്രധാനമായിട്ടും ചില വരികൾ ഹല്ല് ചെയ്യുന്നിടത്ത്
അതുപോലെ തന്നെ ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഇതൊക്കെ വിശദമായിട്ട് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത് കാണാം. ഇമാം സുയൂത്തി തങ്ങൾ പൂർണ്ണമായിട്ടും ബൈളാവിയുടെ ഹാഷിയ തയ്യാറാക്കിയതല്ല. ഇപ്പം നേരത്തെ ഉസ്താദ് പറഞ്ഞ ഇമാം ഖഫാജിയുടെ ഷിഹാബ് എന്നറിയപ്പെടുന്ന അവരുടെയോ ഷെഹ്സാദയെ പോലെ എല്ലാ ഭാഗങ്ങളെയും വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അത് മാത്രം സങ്കീർണമാണെന്ന് തോന്നുന്ന ഭാഗങ്ങളെ മാത്രം എടുത്തിട്ടാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ടവർ ഹദീസിൻ്റെ പല ഗ്രന്ഥങ്ങൾക്കും, സുനൻ അബൂ ദാവൂദ്, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങൾക്കും എന്ന് തന്നെ പറയാം, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുള്ളൊരു വലിയ സേവനമാണത്. എല്ലാ ഭാഗങ്ങളെയും വിശദീകരിക്കുന്നതിന് പകരം പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ, സംശയമുള്ള ഭാഗങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവർ എഴുതിയത് കാണാം. അതോടൊപ്പം തന്നെ ഈ നവാഹിദിൽ നമ്മൾ കാണുന്ന ഒരു സന്തോഷം, കൂടുതലായിട്ടും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉദ്ധരിക്കുന്നത് ഇമാം തഫ്താസാനിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ നമുക്ക് ബൈളാവി ഇമാമ്, തഫ്താസാനി ഇമാമ്, ഇമാം സുയൂത്തി, ഇവർ മൂന്ന് ഗുരുവും കൂടി കൂടുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ചെറുതല്ല. അതിന് കാരണം ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ ബൈളാവിക്ക് സേവനങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള മുഴുവൻ ഇമാമുകളും കൈവച്ചിരിക്കുന്ന ഒരു വലിയ മേഖല തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രന്ഥ സമാഹാരം തന്നെയാണ് ഈ ബൈളാവിയുടെ വിശദീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ചില സങ്കീർണങ്ങളായ ചില സ്ഥലങ്ങളിൽ വിശദീകരണങ്ങളും വ്യക്തതകളും വരുത്താൻ വേണ്ടി ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിശദമായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ സന്തോഷകരമാണ് ആ ഹാഷിയ. മറ്റതൊക്കെ ഷെഹ്സാദൊക്കെ വളരെ വിശാലവും വിശദവുമാണ്. എന്നാൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിലെടുക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ തന്നെയാണ് ഇത് പറയേണ്ടത് എന്ന്. നമ്മളെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇടപെടലെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തും. ഷെയ്ഖുദാദ റഹിമഹുള്ളയെ കുറിച്ച് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു. ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഷെയ്ഖുദാദ റഹിമഹുള്ള വലിയ സൂഫിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടുന്ന് തഫ്സീർ ഹാഷിയ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൻ്റെ ചില ചരിത്ര പശ്ചാത്തലം, ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ബൈളാവിക്ക് വിശദീകരണം എഴുതുമ്പോൾ സംശയമുണ്ടാകുന്ന സ്ഥലങ്ങളെത്തുമ്പോൾ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുകയും അവിടെ നിന്ന് വിവരങ്ങൾ ലഭിച്ച് ഹാഷിയെ പൂർത്തിയാക്കിയ ഒരു സംഭവം മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖുദാദ വലിയ മഹാനായിരുന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞ തബഖാത്ത് സൂഫിയയിൽ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്. ഷെയ്ഖുദാദ റഹിമഹുള്ള എല്ലാ ആഴ്ചയിലും ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. അവിടുന്ന് വലിയ ഖാദിയായിരുന്നു. അപ്പം മഹാൻക്കൊരു ആഗ്രഹം, എനിക്ക് എല്ലാ ദിനവും റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ചു. ഖളാ ഒഴിവാക്കി നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹിയെ എല്ലാ ദിനത്തിലും കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ആയപ്പോൾ പിന്നീട് തീരെ റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ ഖളാ സ്ഥാനമൊക്കെ ഒഴിവാക്കിയത് അങ്ങയെ ഒരുപാട് തവണ കാണാനാണല്ലോ, ഇപ്പോൾ തീരെ കാണാൻ പറ്റുന്നില്ല എന്നൊരു പരിഭവം പറഞ്ഞപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖാദിയായപ്പോൾ നിങ്ങൾ ജീവിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ടവർ ഖാദി സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുകയും പിന്നീടും സ്ഥിരമായി ആഴ്ചയൊരിക്കൽ റസൂലുള്ളാഹിയെ സ്വപ്നത്തിൽ കാണുന്ന ഒരു സംഭവം തബഖാത്ത് സൂഫിയയിൽ ഇമാം മുനാവി റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. ബൈളാവിയുടെ ഹാഷിയകൾ പറയുമ്പോൾ ഒരുപാട് ഹിജറ 700-കളിൽ തന്നെ ബൈളാവിക്ക് ഹാഷിയ എഴുതിയിട്ടുണ്ട്. ഹംബലി മദ്ഹബിലെ വലിയ പണ്ഡിതനായ അബൂബക്കറുൽ ഹംബലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അൽ ഹിസാമുൽ മാദി ഫി ഇലാഹി ഗരീബിൽ ഖാദി എന്ന പേരിൽ ഒരു ഹാഷിയ എഴുതിയിട്ടുണ്ട്. മഹാനവറുകൾ വഫാത്താകുന്നത് ഹിജറ 714-ലാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റഹിമഹുള്ള വഫാത്താകുന്ന വിഷയം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം സഫദിയൊക്കെ പറയുന്നത് 685-ലാണ്. ഇമാം സുബ്കി പ്രബലപ്പെടുത്തുന്നത് 691-ലാണ്. ഇമാം യാഫഇ റഹിമഹുള്ള 692 എന്ന അഭിപ്രായം പറഞ്ഞു. ഇമാം ശിഹാബുദ്ദീൻ ഖഫാജി റഹിമഹുള്ള 719-ലാണ് ബൈളാവി ഇമാം വഫാത്താകുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇമാം ഖഫാജി റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം ഹിജറ 719-ലാണ് ഇമാം ബൈളാവി റഹിമഹുള്ള വഫാത്താകുന്നത് എന്ന് വെക്കുമ്പോൾ ഇമാം ബൈളാവിയുടെ ജീവിതകാലത്ത് തന്നെ തഫ്സീറിനിക്ക് ഒരു ഹാഷിയ എഴുതിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അതേപോലെ തന്നെ ഇമാം ജമാലുദ്ദീൻ ഇസ്നബി റഹിമഹുല്ല അവിടുന്ന് തഫ്സീറിനിക്ക് ഒരു ഹാഷിയ, ഷാഫിഹി ഫുഖഹായിൽ പ്രഗത്ഭനായ ഇമാം ഇസ്നബി റഹിമഹുല്ല അവിടുന്ന് ഒരു ഹാഷിയ എഴുതിയിട്ടുണ്ട്. മഹാൻ വഫാത്താകുന്നത് ഹിജ്റ 772 അതേപോലെ തന്നെ ഇമാം ഇബ്നു ഇമാമിൽ കാമിലി റഹിമഹുല്ല ഒരു ഹാഷിയ എഴുതിയിട്ടുണ്ട്. ഇത് 800കളിലാണ് അവർ വഫാത്താകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹിജ്റ 700കളിലും 800കളിലും തന്നെ ചുരുക്കി പറഞ്ഞാൽ ഹിജ്റ 700കളിലും 800കളിലും തന്നെ ബൈലാവിക്ക് ഒരുപാട് ഹാഷിയ എഴുതിയിട്ടുണ്ട് എന്നല്ല, അവിടുത്തെ ജീവിതകാലത്ത് തന്നെ ഹാഷിയ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഹാഷിയകൾ ബൈലാവിക്ക് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് റിളാ ഖാൻ അൽ ബറൈൽവി റഹിമഹുല്ലയുടെ ചരിത്രം പറയുന്ന അൽ ഇൻസാഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഹമ്മദ് റിളാ ഖാൻ തങ്ങളെ കിതാബുകൾ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ തഫ്സീറുൽ ബൈലാവിക്ക് ഒരു ഹാഷിയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഹിജ്റ 994 വഫാത്തായ ബഹുമാനപ്പെട്ട അഷേഖ് അൽ അലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അവിടുന്ന് ഹാഷിയത്തുൽ അലവി എന്ന പേരിൽ തഫ്സീറുൽ ബൈലാവിക്ക് ഒരു ഹാഷിയ എഴുതിയിട്ടുണ്ട്. അതിന്ന് നെറ്റിൽ PDF ലഭ്യമാണ്. വളരെ നല്ലൊരു ഹാഷിയായിട്ടാണ് മനസ്സിലാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധാരാളം ഹാഷിയകൾ തഫ്സീറുൽ ബൈലാവിക്ക് എഴുതിയിട്ടുണ്ട്. ഹിജ്റ 700കളിലും 800കളിലും ചില പഠനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഹിജ്റ 10ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിലും തഫ്സീറുൽ ബൈലാവിക്ക് നിരവധി രചനകളാണ് ഈ 2 നൂറ്റാണ്ടുകളിൽ തഫ്സീർ ബൈലാവിക്ക് ഉണ്ടായത് എന്ന് ചില ആധുനികമായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100-ലധികം ഹാഷിയകൾ ബൈലാവിക്ക് എഴുതപ്പെട്ടതായിട്ടൊക്കെ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ അയിമ്മത്ത് ബൈലാവിയെ മുൻകാല അയിമ്മത്ത് തന്നെ അങ്ങേയറ്റം പരിഗണിക്കുകയും എങ്ങനെയെങ്കിലും അതിനൊരു ഖിദ്മ ചെയ്യുകയും അത് വിവിധ രൂപത്തിൽ അയിമ്മത്തിൻ്റെ ഖിദ്മ ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും നമ്മളിവിടെ ഇപ്പോൾ ഉസ്താദുമാരൊക്കെ പരാമർശിച്ച ഇമാമുമാരെല്ലാം വലിയ വലിയ പണ്ഡിതരാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി സൂഫിയാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, നിഖില മേഖലകളിൽ കഴിവ് തെളിയിച്ച വലിയ പണ്ഡിതർ. മഹാനവറുകൾ അവർ ഓതിയ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളൊക്കെ വായിച്ചിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും വായിക്കേണ്ടതാണ്. ചില ഗ്രന്ഥങ്ങളൊക്കെ ഷാറാനി ഇമാം റളിയല്ലാഹു അൻഹു 30 വട്ടം 50 വട്ടമൊക്കെ ചില കിതാബുകൾ മുത്താല ചെയ്തിട്ടുണ്ട്, 50 പ്രാവശ്യം. അതുതന്നെ ചില കിതാബുകളൊക്കെ ഹാഷിയ അല്ലെങ്കിൽ ഷറഹ് സഹിതമാണ് മഹാനവറുകൾ ഓതിയത്. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ മഹാനവറുകൾ പുറത്തു വിട്ടത് നമുക്ക് കാണാൻ കഴിയും അവരുടെ അൽ മീസാനുൽ കുബ്രയുടെ തുടക്കത്തിൽ. അതേപോലെ തന്നെ ലതായിഫുൽ മിനൻ അൽ മിനനുൽ വുസ്തയിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിവിടെ പറയാൻ കാരണം ആ കൂട്ടത്തിൽ മഹാനവറുകൾ ബൈലാവിയെ പരാമർശിക്കുന്നുണ്ട്. നമ്മളൊക്കെ ദർസുകളിൽ ബൈലാവി ഓതാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹാഷിയ അടക്കമായിരുന്നു ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ഓതിയിരുന്നത്. മഹാനവറുകൾ പറയുന്നുണ്ട്, വഖറഅത്തുൽ കശാഫ വഹവാശിയഹു വതഫ്സീർ അൽ ബൈലാവി വഹാഷിയതഹു ലിശൈഖ് ജലാലുദ്ദീൻ അസ്സുയൂത്തി അലാ ശൈഖുൽ ഇസ്ലാം സക്കരിയ മറത്തൻ വാഹിദ. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് സുയൂത്തി ഇമാമിൻ്റെ ബൈലാവിയുടെ ഹാഷിയയോട് കൂടെ ബൈലാവി ഓതാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു മീസാനുൽ കുബ്രയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. കശാഫ് മോദി എന്ന് പറയുന്നുണ്ട്. കശാഫ് ഓതുക എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്, ശരിക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ ഉറച്ച ഒരു വ്യക്തി മാത്രമേ കശാഫ് ഓതാൻ പാടുള്ളൂ എന്നാണ്. അക്കാര്യം ഇമാം തഖീദ്ദീൻ സുബ്കി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. കശാഫ് നോക്കുന്നവർ ശരിക്ക് നല്ല രീതിയിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ഉറപ്പിച്ചവരായിരിക്കണം, അല്ലാതെ നേരെ പോയി വായിച്ചാൽ അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം തഖീദ്ദീൻ സുബ്കി തങ്ങൾ സൂചിപ്പിച്ചതായി, തഖീദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞതായി മകൻ താജ് സുബ്കി തങ്ങൾ മുഈദുൻ നിഅമിൽ പറയുന്നുണ്ട്. ഏതായാലും അപ്പോൾ ബഹുമാനപ്പെട്ട ഷാറാനി ഇമാം റളിയല്ലാഹു അൻഹു ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി തങ്ങളടുത്തു നിന്ന് ബൈലാവി ഓതി, അത് തന്നെ സുയൂത്തി ഇമാമിൻ്റെ നേരത്തെ പരാമർശിക്കപ്പെട്ട ഹാഷിയ സഹിതം ഓതി എന്നൊക്കെ പറയുമ്പോൾ ആ അയിമ്മത്ത് ഈ ഒരു ഗ്രന്ഥത്തെ എത്രത്തോളം ഇഅ്തിനാഅ് ചെയ്തു പരിഗണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഔലിയാക്കളിൽ പ്രമുഖരായ ഇമാം ഹാജി ഖലീഫ വലിയ മഹാനുമാണ്, ഔലിയാക്കളിൽ പെട്ടവരുമാണ്. മഹാനവറുകൾ ഈ ബൈലാവിയെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ആ ചർച്ചയുടെ ലാസ്റ്റ് മഹാനവറുകൾ പറയുന്നൊരു വാക്കുണ്ട്, സുമ്മ ഇന്ന ഹാദൽ കിതാബ
റുസിഖ മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വതആല ബിഹുസ്നിൽ ഖബൂലി ഇൻദ ജുംഹൂരിൽ അഫാദിൽ. ഈ ബൈളാവി ഇമാമിൻ്റെ തഫ്സീർ എനിക്ക് വല്ലാത്തൊരു സ്ഥാനം ഇൻദ ജുംഹൂരിൽ അഫാദിലി വൽ ഫുഹൂൽ, അഗ്രഗണ്യരുമായ ശ്രേഷ്ഠരായ വലിയ വലിയ മഹാന്മാരെടുത്ത് അങ്ങേറ്റത്തെ ഒരു സ്ഥാനം ബൈളാവിക്ക് ലഭിച്ചു. അങ്ങനെ ഫഅകഫു അലൈഹി ബിദ്ദർസി വത്തഹ്ശിയ, അയിമത്തെല്ലാവരും ഈ ഗ്രന്ഥം പഠിക്കാൻ, ഇത് ദർസ് നടത്താൻ, അതുപോലെ അവകൾക്ക് ഹാഷിയ എഴുതാനൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട അയിമത്ത് മുന്നോട്ട് വന്നു എന്ന് ഇമാമിങ്ങൾ അക്കാലഘട്ടത്തിൽ എഴുതി വെച്ചു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്. ഹാജി ഖലീഫ തങ്ങൾ കശ്ഫുല്ലുനൂനിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് പിന്നെ അവിടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്, ബൈളാവിക്ക് ഖിദ്മ ചെയ്ത മഹാന്മാർ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമ് തന്നെ നവാഹിദുൽ അബ്കാറിൻ്റെ തുടക്കത്തിലും അക്കാര്യം പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, നേരത്തെ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളിവിടെ കേട്ടല്ലോ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുയൂത്തി ഇമാമിൻ്റെ നിലപാട് കശാഫിൻ്റെ നേരെ മുഖ്തസറാണ് ബൈളാവി എന്നാണ്. അതുകൊണ്ട് സുയൂത്തി ഇമാം പറയുന്നുണ്ട് സയ്യിദുൽ മുഖ്തസറാത്ത്, കശാഫിന് എഴുതപ്പെട്ട മുഖ്തസറുകളിൽ നേതാവായി ഗണിക്കപ്പെടുന്നത് ബൈളാവി ഇമാമിൻ്റെ തഫ്സീറാണ്. അത് പറഞ്ഞിട്ട് സുയൂത്തി ഇമാം പറയുന്നുണ്ട്, ഇമാം ബൈളാവി ചെയ്തൊരു ഖിദ്മയാണ് ഈ കശാഫിൽ വന്ന മുഅ്തസിലി ആശയങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബൈളാവിയിൽ ബഹുമാനപ്പെട്ട ബൈളാവി ഇമാം റളിയല്ലാഹു അൻഹു ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കശാഫിനെ ഒന്ന് സ്ഫുടം ചെയ്ത് നന്നാക്കുന്നൊരു ശ്രമമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു കശാഫിൽ നിർവഹിച്ചത്. അത് നവാഹിദുൽ അബ്കാറിൻ്റെ 1-ാം വാള്യം 1-ാം പേജ് മുതൽ 13-ാം പേജ് വരെയുള്ള ഭാഗം നോക്കിയാൽ കാണാൻ കഴിയും. ഇത് ഞാൻ നോക്കിയ എഡിഷൻ അനുസരിച്ചാണ്. ദാറുൽ ലുബാബിൻ്റെതൊക്കെ പേജ് കുറേ അപ്പുറത്ത് കിടക്കാൻ സാധ്യതയുണ്ട്, പുതിയ എഡിഷനാണ്. ഏതാണെങ്കിലും അതൊക്കെ പറഞ്ഞിട്ട് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅകഫ അലൈഹിൽ ആകിഫൂൻ വലഹജ ബിദിക്രി മഹാസിനിഹിൽ വാസിഫൂൻ. ബൈളാവിയുടെ മഹത്വം പറയാൻ അയിമ്മത്തിന് സമയം പോരാ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുതൽ കൂടുതൽ മഹത്വം ബൈളാവി ഇമാമിൻ്റെ തഫ്സീറിനെ പറ്റി പറയുന്നൊരവസ്ഥയുണ്ടായി. എന്നിട്ട് ആരിഫീങ്ങളായ ആളുകളൊക്കെ തഫ്സീറുൽ ബൈളാവിയുടെ അകക്കാമ്പ് രുചിച്ചറിയുന്ന ഒരവസ്ഥയുണ്ടായി എന്നൊക്കെ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയാണ്. എന്നിട്ട് ഫഅകബ്ബ അലൈഹിൽ ഉലമാഉ വൽ ഫുളലാഉ തദ്രീസൻ വമുതാലഅതൻ, ബൈളാവി മുതാല ചെയ്യാനും ബൈളാവി ദർസ് നടത്താനൊക്കെ പ്രത്യേകമായി അയിമ്മത്ത് ചടഞ്ഞിരുന്നു, അതിനുവേണ്ടി ഭജനമിരിക്കുന്നൊരവസ്ഥയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നവാഹിദുൽ അബ്കാറിൽ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ അയിമ്മത്ത് ദർസിനും ഓതാനും മുതാല ചെയ്യാനും ഹാഷിയ എഴുതാനും തഖ്രീജ് തയ്യാറാക്കാനും ഒക്കെ ബൈളാവിയെ തിരഞ്ഞെടുത്തു എന്നതും, പ്രത്യേകിച്ച് വളരെ കണിശമായ രീതിയിൽ പോകുന്ന നമ്മുടെ കേരളീയ സിലബസ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അസാത്തിദത്ത് ദർസിൽ അവസാന വർഷങ്ങളിൽ ഓതാൻ വേണ്ടി ഈ ബൈളാവിയെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാം. തഫ്സീറുൽ ബൈളാവിയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, വളരെ കുറച്ചാണെങ്കിലും ഇമാം അവറുകളിൽ തഫ്സീറുൽ ഇശാരി പറയുന്നുണ്ട്. സൂഫി തഫ്സീർ എന്ന് പറയുന്ന തഫ്സീറുൽ ഇശാരിയെക്കുറിച്ച് പുതിയ കാലത്ത് നമ്മൾ നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം പല കള്ളത്തരീഖത്തുകാരും ഉപയോഗിക്കുന്നത് തഫ്സീറുൽ ഇശാരി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൂഫി വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് തെറ്റായ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അതിന് അവരുദ്ദേശിക്കുന്ന അവർക്ക് ആവശ്യമുള്ള തരത്തിൽ പരിശുദ്ധമായ ഖുർആനെ വളച്ചൊടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ പറയും, ഇത് നിങ്ങൾക്ക് കിതാബുകളിൽ നിന്ന് ഓതിയാൽ കിട്ടൂല, ഉസ്താദുമാർ പറഞ്ഞു തരുന്നതല്ല, ഞങ്ങൾക്ക് സ്വന്തം ഫയലാനാത്തുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കും. അപ്പോൾ ബൈളാവി ഓതുന്ന മുതഅല്ലിമുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം അവറുകൾ തന്നെ തഫ്സീറുൽ ഇശാരിയിലേക്ക് ചെറിയ രൂപത്തിലെങ്കിലും പറയുന്നുണ്ട്, എല്ലാ ആയത്തുകൾക്കും പറയുന്നില്ലെങ്കിലും. പക്ഷെ ആ പറയുന്നിടത്ത് നിന്ന് തന്നെ തഫ്സീറുൽ ഇശാരിയുടെ ഒരു രുചി, അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തഫ്സീറുൽ ഇശാരി അതിനെക്കുറിച്ച് കുറേ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ തന്നെ ഒരു പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് തഫ്സീറുൽ ഇശാരിയെക്കുറിച്ച്. ഇതിലൂടെയാണ് പലപ്പോഴും പല തെറ്റായ ആശയങ്ങളും തഫ്സീറുൽ ഇശാരിയാണ് അല്ലെങ്കിൽ ആത്മീയ തഫ്സീറുകളാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശരിക്കും അഹ്ലുസുന്ന പറഞ്ഞ മാനദണ്ഡം എന്താണ്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അന്നത്തെ കാലത്ത് ബാത്തിനിയാക്കൾ വരികയും അവർ ഖുർആനിനടക്കം ബാത്തിനിയായ അർത്ഥങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുകയും അതിൻ്റെ ആന്തരിക
അർത്ഥം അതാണ് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിപിഴപ്പിക്കുകയൊക്കെ ചെയ്ത സമയത്ത് വളരെ നിശിതമായി അതിനെ വിമർശിച്ചത് നമുക്ക് അൽ മുൻഖിദ് മിൻ അൽ-ളലാലിലൊക്കെ കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഹ്ലുസുന്ന എങ്ങനെയാണ് തഫ്സീറുൽ ഇശാരിയെ കാണുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പടി നമുക്ക് ബൈളാവിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ശരിക്ക് അതിലേക്കൊരു ഇത്തിലാഴ് ഉണ്ടായാൽ, അത് മനസ്സിലാക്കിയാൽ, ഇത്തരം തെറ്റായ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഖുർആനിൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ കേട്ടാൽ അത്യാവശ്യം ഒരു ദിഷണയും വായനാശീലമൊക്കെ ഉള്ള ആളുകളെ വീഴ്ത്താൻ പറ്റുന്ന തരത്തിൽ ഖുർആനിനെ അവർ മനോഹരമായി അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ പലതും പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ദർസിൽ നിന്ന് തന്നെ, കോളേജുകളിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്, അവരുടെ അടുത്തുനിന്ന് പുതിയതായിട്ട് വരുന്നതല്ല. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അവലംബങ്ങൾ എന്താണ്, ഏത് രൂപത്തിൽ പറയുമ്പോഴാണ് തഫ്സീറുൽ ഇശാരി സ്വീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ ആത്മീയ ഭാവങ്ങളെ അല്ലെങ്കിൽ ആന്തരികാർത്ഥങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്ന് മനസ്സിലാക്കിയാൽ, തെറ്റായ രൂപത്തിൽ ഇത് വിശദീകരിക്കുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം സർവ്വമത സത്യവാദം തന്നെ ഇപ്പോൾ ഖുർആൻ്റെ പേരിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. അപ്പോൾ അതിനൊക്കെ അർത്ഥങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുകയും തെറ്റായ രീതിയിൽ ഖുർആനിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇതൊന്നും നമ്മുടെ സിലബസിലില്ല എന്ന് പറഞ്ഞിട്ടവർ രംഗത്ത് വരുമ്പോൾ, അല്ല ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള ബോധം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ടെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. രണ്ടാമതായി പറയാനുള്ളത്, ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഉസ്താദ് അവറുകളൊക്കെ പറഞ്ഞു, ഇതിൻ്റെ ഹാഷിയകളെക്കുറിച്ചും ഷുറൂഹുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പുതിയ കാലത്ത് ഇമാം ബൈളാവിയുടെ തഫ്സീർ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, തഫ്സീറുകളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഖുർആൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ജാമിഉൽ അസ്ഹറിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അവിടെയുള്ള വലിയ ഉസ്താദുമാർ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തഫ്സീറാണ്. നമുക്ക് അസ്ഹർ TV-യുടെ ഒക്കെ ചാനലിൽ അവരുടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള അഗ്രഗണ്യന്മാരായ പല ഉസ്താദുമാരും അവരുടെ PhD തീസിസിന് ഉപയോഗിച്ചത്, അവരുടെ PhD തീസിസ് ചെയ്തത് ഈ തഫ്സീറുൽ ബൈളാവിയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലർക്കും ഉന്നത പഠനത്തിന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് പഠിക്കണം, എന്തിലാണ് PhD ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ നിന്നും അല്ലാതെയും നമ്മുടെ മനസ്സിൽ വളരെ വലിയൊരു ആഗ്രഹമായി ഉയർന്നു വരേണ്ട ഒരു തഫ്സീറാണ് തഫ്സീറുൽ ബൈളാവി. തഫ്സീറുൽ ബൈളാവിയെ നമുക്കൊരു PhD, എത്രയോ PhD-കൾ, ഒന്നൊന്നുമല്ല, ഒരുപാട് PhD തീസിസുകൾ എടുക്കാൻ പറ്റുന്ന തരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻസൈക്ലോപീഡിക് ആയിട്ടുള്ള ഒരു കൃതിയാണ് തഫ്സീറുൽ ബൈളാവി. ഇത് പുതിയ കാലത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓറിയൻ്റലിസ്റ്റ് പഠനങ്ങളും തഫ്സീറുൽ ബൈളാവിയെ കുറിച്ചുണ്ടായിട്ടുണ്ട്. തഫ്സീറുൽ ബൈളാവിയുടെ നുസ്ഖകളിൽ പല പതിപ്പുകളുണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിൽ ജർമ്മൻ ഓറിയൻ്റലിസ്റ്റായ ഫ്ലാഷർ, അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, മുസ്ലിം അല്ല, പക്ഷെ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഓറിയൻ്റലിസ്റ്റ് പഠനത്തിൽ ആകർഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തെ ആകർഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തഫ്സീറുൽ ബൈളാവി. അദ്ദേഹം അതിന് നുസ്ഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൈയെഴുത്ത് പ്രതികൾ പരിശോധിക്കുകയും അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലഷറുടെ നുസ്ഖ നമുക്ക് PDF ആയിട്ട് ലഭ്യമാണ്. അപ്പോൾ അത്രയ്ക്ക് ലോകത്തെ തന്നെ പല അർത്ഥത്തിൽ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയും കേവലം ഈ മുആസിറുകളുടെ, ആധുനിക കാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അവർ ചിലതിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പോൾ അവർ, നമ്മുടെ നാട്ടിലും അങ്ങനെയല്ലോ, ഹാബിസ് അങ്ങനെ ബാക്കോട്ട് നോക്കുമ്പോൾ പലതും തെറ്റായിരുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാലം. അപ്പോൾ അതേ അക്കാദമിക തലത്തിലും സൗദി അറേബ്യയിൽ തന്നെ അത് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെ അബ്ദുറഹ്മാൻ വആൽ എന്ന് പറയുന്ന, നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്, തഫ്സീറുൽ ബൈളാവി എന്ന് അടിച്ചാൽ തന്നെ രണ്ടാമതോ മൂന്നാമതായിട്ട് കിട്ടുന്ന വീഡിയോ സൗദി അറേബ്യയിൽ നിന്ന് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ബൈളാവിയുടെ വിശദീകരണം പറയുന്നൊരു ക്ലാസ് കാണാം. ആ ക്ലാസ്സിൽ ഒരു ആമുഖമുണ്ട്. അദ്ദേഹം അതിൻ്റെ ഈ അബ്ദുറഹ്മാൻ വആൽ ഒരു ആമുഖം പറയുന്നുണ്ട്. ആ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നമുക്ക് പറ്റിയ വലിയൊരു തെറ്റ്, തഫ്സീറുകളെയൊക്കെ സമീപിക്കുമ്പോൾ നമുക്ക് പറ്റിയ തെറ്റ്, തുറാഫിയായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ അകന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മുടെ ഉസ്താദുമാർ ഈ ഗ്രന്ഥത്തിന് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ തുടർ ക്ലാസ്സുകളുണ്ട്. പക്ഷെ അതിലേക്കുള്ള ഒരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചില ക്ലാസ്സുകൾ കേട്ടു, അതിലുള്ള വലിയ തമാശ രണ്ട് ഉസൂലുകളുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഉലൂമുൽ അഖ്ലിയ,
പറയുന്നിടത്ത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ബയാൻ ചെയ്യാൻ കഴിയുന്നില്ല. പകരം ഭാഷയുടെയും അതുപോലെ തന്നെ ഇൽമു തസ്രീഫിലെയും ഇൽമുൽ ലുഗത്തിലെയും ഇൽമുൽ ബലാഗയ്ക്ക് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ഇൽമുൽ കലാമിലെ മസലകൾ എത്തുമ്പോൾ അവിടെ അത് എന്താണ് ആ പറഞ്ഞതെന്ന് വിശദീകരിക്കപ്പെടാതെ ഇങ്ങനെ പോവാണ്. ചിലയിടത്തൊക്കെ അശായറത്തിനെ വിമർശിക്കാൻ അദ്ദേഹം നിൽക്കുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങളൊന്നും മസ്അല മനസ്സിലായി വിമർശിക്കുകയില്ല. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഒരു കാര്യത്തെ വിമർശിക്കാൻ. അൽ ഹുക്മു അലാ ശൈഇ ഫർഉ തസവ്വുരിഹി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കാര്യത്തിനെക്കുറിച്ച് തീരുമാനം പറയണമെങ്കിൽ ആദ്യം അത് മനസ്സിലാകണമല്ലോ. ഇത് മനസ്സിലാകാതെ വിമർശിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നമുക്ക് പറ്റിയിട്ടുള്ളൊരു വലിയ വീഴ്ച എന്ന സലഫിസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ അകന്നതുകൊണ്ട് ഈ തുറാസിനെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇമാമുകൾ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതെത്രത്തോളം മഹത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തഫ്സീറുൽ ബൈളാവിയുടെ ശൈലിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കൃത്യമായി ബിദ്അത്തുകാരുടെ വാദങ്ങൾ പറഞ്ഞ് അഹ്ലുസുന്നയുടെ വാദവും പറഞ്ഞ് അഹ്ലുസുന്നയുടെ വാദമാണ് ശരി എന്ന് ആയത്തുകളും ഹദീസുകളും കൊണ്ടും ശക്തിപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇമാം ബൈളാവി സ്വീകരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇമാം ബൈളാവി റഹിമഹുല്ല ഒരു ശാഫിഈ മദ്ഹബുകാരനാണ്. നേരത്തെ ഉസ്താദ് വിശദീകരിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിലും മസ്അല പറയുന്ന സ്ഥലത്ത് ഷാഫിഈ മസ്അലയെ മഹാനവറുകൾ പ്രബലപ്പെടുത്തുന്നുണ്ട്. ഹൈദ് നിഫാസ് ചർച്ചയിൽ ഖുർആൻ എന്താ എന്ന് വിശദീകരിക്കുമ്പോൾ ഒക്കെ ഇമാം ഷാഫിഈ മദ്ഹബിലെ നിലപാടിനെ ബഹുമാനപ്പെട്ടവർ സ്ഥിരപ്പെടുത്തുകയും അതാണ് ശരി എന്ന് തെളിവുകളെ കൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അൽ ആയാത്തുൽ കൗനിയ, ഖുർആനിലെ കൗനിയായ ആയത്തുകൾ എന്ന് പറയാറുണ്ട്. കൗനിയായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പ്രപഞ്ചനാഥനിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ. ആ ദൃഷ്ടാന്തങ്ങളെ പറ്റിയുള്ള ആയത്തുകളെ പറ്റിയാണ് കൗനിയായ ആയത്തുകൾ എന്ന് പറയുക. ആ കൗനിയായ ആയത്തുകൾ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റഹിമഹുല്ല അല്പം കൂടുതൽ വിശദീകരിക്കാറുണ്ട്. അതിന് ഉദാഹരണമായി പറയുന്നത് ഫഅത്ബഅഹു ശിഹാബുൻ സാക്കിബ് എന്ന് പറയുന്നിടത്ത് എന്താണ് ശിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇമാം റാജി റഹിമഹുല്ല സ്വീകരിച്ചൊരു ശൈലി, ഇങ്ങനെയുള്ള പ്രപഞ്ച അത്ഭുതങ്ങൾ പറയുമ്പോൾ ഇമാം റാജി റഹിമഹുല്ല വിശാലമായി ചർച്ച ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ഹ്രസ്വമായ തഫ്സീറായ ബൈളാവിയിൽ ഈ കൗനിയായ ആയത്തുകൾ വരുമ്പോൾ അതിവിശാലമായ രൂപത്തിൽ തന്നെ മഹാനവറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം റാജിയെ പോലെ. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നേരത്തെ ഉസ്താദ് ബൈളാവിയുടെ നുസ്ഖകളെ പറ്റി പറഞ്ഞു. അവിടെ ബൈളാവിക്ക് നമ്മുടെ നാടുകളിൽ വിവിധ നുസ്ഖകൾ ലഭ്യമാണ്. ബഹുമാനപ്പെട്ട അസാത്തിദത്ത് ഉസ്താദുമാർ താലീക്കുകൾ എഴുതിയ കോപ്പി ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കോടമ്പുഴ ബാവ ഉസ്താദ് ഹഫിളഹുല്ലാ അവർ ഹാഷിയ എഴുതിയ ബൈളാവിയുടെ ആ ഭാഗം, തുടക്ക ഭാഗം അതൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ വിദേശത്ത് നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ ദാറുൽ ലുബാബ് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ നവാഹിദുൽ അബ്കാർ ഇറക്കിയപ്പോൾ അതിൻ്റെ കൂടെ മത്തിനായി കൊടുത്ത ബൈളാവിയുടെ ആ ഒരു നുസ്ഖ വളരെ നല്ല നുസ്ഖയാണ്. അത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് വലിയ വള്ളിങ്ങളുള്ളത് കൊണ്ട് വാങ്ങിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും സാമ്പത്തികമായി. ഇതേ ദാറുൽ ലുബാബ് തന്നെ ബൈളാവി മാത്രവും നല്ല കോപ്പി എന്ന് പറഞ്ഞാൽ തഫ്താസാനി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യെഴുത്തായി ലഭിച്ചത് അങ്ങനെ പല കോപ്പികളും മുസന്നിഫിൻ്റെ ബൈളാവി ഇമാമിൻ്റെ കാലത്ത് തന്നെ എഴുതപ്പെട്ട കയ്യെഴുത്ത് ഇവകളെല്ലാം അവലംബിച്ചുകൊണ്ട് പുറത്തിറക്കിയ കോപ്പി ദാറുൽ ലുബാബിൻ്റെത് ബൈളാവി മാത്രം ലഭിക്കും. അതിൻ്റെയൊക്കെ പുറമെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് അസ്വാലിഹി അശ്ശാമി സുബുലുൽ ഹുദയുടെ മുസന്നിഫ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രന്ഥം ബൈളാവിയിൽ കശാഫിനോട് പിൻപറ്റിക്കൊണ്ട് വന്നു ചേർന്ന ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി മഹാനവറുകൾ എഴുതിയ ആ റിസാലയടക്കം ബൈളാവിയോട് കൂടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഒരു നുസ്ഖ ദാറുൽ റിസാല എങ്ങാണ്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ വിപണിയിലുണ്ട് എന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നു. കൂടുതൽ പഠനം വേണ്ട ഒരു വിഷയമാണ്. അത്രക്കും ആധികാരികമായി അയിമ്മത്ത് ചർച്ചക്കെടുത്ത ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമും തഖ്വയും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബൈളാവിയുടെ ഹദീസിലെ നൈപുണ്യം എങ്ങനെയായിരുന്നു ചോദ്യം.
കശാഫിൽ നിന്ന് ഹദീസുകൾ അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നതാണോ? അങ്ങനെയെങ്കിൽ അത് ഹദീസ് നൈപുണ്യം കുറവാണ് എന്നറിയിക്കുന്നതല്ലേ? ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു വിവിധ മേഖലകളിൽ നല്ല കഴിവുള്ള മഹാനാണ്. വിവിധ ഫന്നുകളിൽ സ്വാഭാവികമായും ഹദീസിലും അവർക്ക് നല്ല കഴിവുണ്ടാകും. പക്ഷേ ഓരോ ഫന്നിനും ഓരോ ഇമാമുമാരുണ്ടാകും. ഇന്നലിക്കുല്ലി ഫന്നിൻ റിജാലൻ വലിക്കുല്ലി റിജാലിൻ ഫന്ന എന്നാണ് ഖായിദ. അഥവാ ഓരോരുത്തർക്കും അവരവരുടെ മേഖലയുണ്ടാകും. ഇപ്പോൾ ഡോക്ടർമാരാകുമ്പോൾ അവർ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിലയിരുത്തേണ്ടത്. എന്നതുപോലെ ഇമാം ബൈലാവിയുടെ പ്രശസ്തിയുള്ള കൂടുതൽ അവർ കഴിവ് തെളിയിച്ച മേഖല ഉസൂല്, തഫ്സീർ എന്നതുപോലുള്ള അതുപോലെ ഭാഷാശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ പ്രത്യേകമായ ചിന്ത കൂടുതൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ടാവുക അത്തരം മേഖലകളിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ കശാഫിനെയാണ് തഫ്സീറിൽ കാര്യമായി അവലംബിച്ചത്. അപ്പോൾ കശാഫിൽ ജമഖ്ശരി ഇമാം പറഞ്ഞതിനെ അപ്പടി എടുത്തുദ്ധരിക്കുന്നുണ്ട് പലയിടത്തും. ഹദീസുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകളൊക്കെ കശാഫിൽ നിന്ന് നേരെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കശാഫിൻ്റെ മുസന്നിഫായ ജമഖ്ശരി ഇമാമിന് ചില മേഖലകളിൽ പാളിച്ച സംഭവിച്ചത്, ചില മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൂറത്തുകളുടെ ഫളീലത്ത് പറയുന്നിടത്ത് ചില പാകപ്പിഴവുകൾ ജമഖ്ശരി ഇമാമിന് സംഭവിച്ചിട്ടുണ്ട്. അത് ബൈലാവിയിലും കാണാവുന്നതാണ്. അത് നമ്മൾ ഇമാം ബൈലാവിയെ ആക്ഷേപിക്കുകയല്ല, അഇമ്മത്ത് അങ്ങനെ തന്നെ പറഞ്ഞത് ഉദ്ധരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജറിനിൽ ഹൈത്തമി തങ്ങൾ മഹാനവറുകളുടെ അൽ ഫതാവൽ കുബ്രയുടെ ബാക്കി പത്രമായ അൽ ഫതാവൽ ഹദീസിയ ആ ഗ്രന്ഥത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈലാവിയിൽ അങ്ങനെ ചില ഹദീസ് സംഭവിച്ചിട്ടുണ്ടെന്ന്. അതേപോലെ ബഹുമാനപ്പെട്ട ഖതീബ് ശിർബീനി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ സൂറത്ത് കഴിയുമ്പോഴും അമ്മാമ വഖഅലിൽ ബൈലാവി അല്ലെങ്കിൽ ബൈലാവി ഇമാമിൻ്റെ തഫ്സീറിൽ ഫളീലത്തായി ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയായി വന്ന ഇന്നാലിന്ന ഹദീസ്, ആ ഹദീസ് ഫമൗദൂഉൻ, അത് ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്ത് സ്വീകാര്യോഗ്യമല്ല എന്ന് ഉണർത്തുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം ഓരോ ഫന്നിനും അതിൻ്റേതായ ആളുകൾ അത് വിലയിരുത്തും. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഈ കശാഫിനെ അവലംബിച്ചതുകൊണ്ട് ചിലയിടങ്ങളിൽ നിരൂപണത്തിന് വിധേയമായിട്ടുണ്ട്. അക്കാര്യം അയിമ്മത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അത്തരം ഹദീസുകളൊക്കെ പരാമർശിക്കാൻ വേണ്ടി വലിയ മുഹദ്ദിസായ സുയൂത്ത് ഇമാമിൻ്റെ ജാമിഉ സഗീറിനൊക്കെ 3 വ്യാഖ്യാനങ്ങൾ എഴുതിയ അബ്ദുറഊഫിൽ മുനാവി റഹിമഹുല്ല കശ്ഫുൽ മനാഹിജ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈലാവിക്ക് ഒരു തഖ്രീജ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങൾ പലതും വിപണിയിൽ ലഭ്യവുമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി വായിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും. ബൈലാവി ഇമാമിൻ്റെ ഹദീസിലും വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബഗവിയുടെ മസാബിഹു സുന്നക്ക് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹിമഹുല്ല നല്ലൊരു ഷറഹ് തുഹ്ഫത്തുൽ അബ്റാർ ഫി ഷറഹി മസാബിഹു സുന്ന എന്ന പേരിൽ നല്ലൊരു ഷറഹ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ബൈലാവിയുടെ അൽ-ഗായത്തുൽ ഖുസ്വ എന്ന് പറയുന്ന ഒരു ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമുണ്ട്. അതിൽ ഫിഖ്ഹിൻ്റെ ഓരോ മസ്അലകളും വന്ന ഹദീസുകളെ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ ഏകദേശം 660ഓളം ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഷാഫി ഫിഖ്ഹിലെ ഹുക്കുമുകൾ വന്ന ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈലാവി ഇമാം ഹദീസിലും വലിയ പണ്ഡിതൻ തന്നെയാണ്. അത് ചില വിഷയമൊക്കെ നമ്മൾ ഫതുഹുൽ ബാരിയൊക്കെ കാണാം, ഖാലൽ ബൈലാവി പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മളെ തഫ്സീറിലല്ല ഉണ്ടാകുക. നേരത്തെ പറഞ്ഞ മസാബിഹിൻ്റെ ശറഹ് നോക്കിയാൽ ഇപ്പോൾ പ്രിൻ്റാണ് കിതാബൊക്കെ, അതിലാണ്. ഇപ്പോൾ ഉദാഹരണം പിന്നെ മഹാന്മാരെ ഖബറിൻ്റെ അടുക്കൽ അവിടെ വെച്ച് തബറുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫതുഹുൽ ബാരിക്ക് ഉദ്ധരിച്ച നല്ലൊരു ഇബാറത്ത് ഉണ്ടല്ലോ ബൈലാവിയിലുള്ള, ബൈലാവി ഇമാം പറഞ്ഞ അത് തഫ്സീർ നോക്കിയാൽ കാണില്ല, മറിച്ച് ഈ പറഞ്ഞ മസാബിഹിൻ്റെ ശറഹിലാണുള്ളത്. അങ്ങനെ ചില ഇമാമുമാർക്ക് അങ്ങനെ അവരുടെ ഒരു മേഖല ഉണ്ടാകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവറുകളൊക്കെ ഫിഖ്ഹ്, തസവുഫ് അങ്ങനെ മേഖലയിലായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഗസാലി ഇമാം ഹദീസിൽ അങ്ങോട്ട് ചടഞ്ഞുകൂടുന്നൊരു രംഗമുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും മാത്രമായി കഴിഞ്ഞുകൂടുന്ന ഒരു കാലമുണ്ടായിരുന്നു ലാസ്റ്റ് ജീവിതത്തിൻ്റെ. അത് ഇമാം താജുദ്ദീൻ സുബ്കി തങ്ങൾ തബഖാത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരി അവരുടെ നെഞ്ഞത്തുണ്ടായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു കസീറിൻ്റെ തബഖാത്തുൽ ഫുഖഹാ ഇശ്ശാഫിഈൻ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ഉസ്താദ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം, ഇത്
ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഫളായിലുൽ അഅ്മാലിൽ ഹദീസുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആണിത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. സൂറത്തുകളുടെ ഫളായിൽ ഇപ്പം ബൈളാവിയുടെ ഒരു തർത്തീബ് അനുസരിച്ച് എല്ലാം പറഞ്ഞ് സൂറത്ത് അവസാനിപ്പിച്ചിട്ടാണ് അതിൻ്റെ ഫളായിൽ പറയുന്ന ഹദീസുകൾ പറയുന്നത്. അവിടെയാണ് ഇത് വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഫളായിൽ പറയുന്ന ഹദീസുകൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ സംഭവിച്ചതാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്നല്ലാതെ വ്യാപകമായൊരു സംഭവം അതിലില്ല. അത് ഇൻഷാ അല്ലാഹ് ഓതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം സുയൂത്തിയുടെ ഷറഹിൽ തന്നെ സുയൂത്തി ഇമാം പലയിടത്തും അത് പറയുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെ സംഭവിച്ചത് ഈ ഫളായിൽ പറയുന്നിടത്താണ്. ഉസ്താദിൻ്റെ സംസാരത്തിലും അത് വരികയുണ്ടായി. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തഫ്സീറുൽ ബൈളാവി നമ്മൾ നോക്കുമ്പോൾ തുടക്ക ഭാഗത്തിലൊക്കെ നല്ല വിശദീകരണവും, എന്നാൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വിശദീകരണം കുറഞ്ഞു പോകുന്നതായും കാണാൻ കഴിയും. ഇത് ആദ്യ ഭാഗത്തിലുള്ള ആവേശത്തിലുള്ള സ്വാഭാവികമായ കുറവാണെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? അത് അങ്ങനെ ഇമാമിങ്ങളെക്കുറിച്ച് പറഞ്ഞുവിടാം. സ്വാഭാവികമായിട്ടും ആവർത്തനങ്ങൾ വരുമ്പോൾ അവർ നിർത്തിവെക്കും. അതെല്ലായിടത്തും പറയുന്നത്. ഇപ്പോൾ അത് ബൈളാവിയിൽ മാത്രമല്ല, നമുക്ക് ഫതുഹുൽ ബാരിയിലടക്കം ഈ സംഭവം കാണാം. ഫതുഹുൽ ബാരിയിലൊക്കെ കമാമറ എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം. അപ്പോൾ കുറേ പരത്തി എഴുതുന്നതിന് പകരം അത് ഈ ഗ്രന്ഥത്തിന് മാത്രമല്ല, ഷുറൂഹുകൾക്കും ഹാഷികൾക്കും മാത്രമല്ല, സ്വതന്ത്ര ഗ്രന്ഥങ്ങൾക്കടക്കം ഒരുപാട് തവണ പറഞ്ഞ് പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ട്? അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം. നമുക്കിങ്ങനത്തെ ഒരു വിമർശനം അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പഴയ കാലത്തെ ഇമ്മത്തിൻ്റെ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഭാഗം മറിച്ച് നോക്കുന്നു. എന്നാൽ നേരത്തെ ഉസ്താദ് അവർ പറഞ്ഞല്ലോ, ബൈളാവി ഓതിയത് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങളുടെ അടുത്ത് നിന്ന് ഇമാം സുയൂത്തിയുടെ ഹാഷി അടക്കം മൊത്തത്തിലാണ് ഓതുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ പഠിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ തിരക്കും മറ്റു കാരണങ്ങളുമായിട്ട് നമ്മൾ കുറച്ച് പിറകോട്ട് പോയി. അതിൻ്റെ പരിണിതി നമ്മൾ പലയിടത്തും അനുഭവിക്കുന്നത് പോലെ നമുക്കിന്ന് വരുന്നൊരു ചിന്തയാണ്. എന്തുകൊണ്ട് തുടക്കത്തിലേക്ക് ഒരുപാട് പറഞ്ഞു, അവസാനത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈളാവി തുടർച്ചയായി നോക്കിപ്പോരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ തന്നെ ബൈളാവിയുടെ തഫ്സീറിൻ്റെ ഒരു ശൈലിയും രൂപവും ഭാവം നമുക്ക് രൂപപ്പെട്ടു വരും. അങ്ങനെ രൂപവും ഭാവവും രൂപപ്പെട്ട് വന്ന സ്ഥിതിക്ക് അവസാനത്തിൽ അമ്മയിലേക്ക് എത്തുമ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല എന്ന ഇമാമുകൾ നമ്മളെക്കുറിച്ചൊരു നുസ്ഹ വിചാരിക്കുകയാണ്. അത് നമ്മൾ അങ്ങോട്ട് സുആയി വിചാരിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. ആവർത്തന വിരസത എന്ന് പറയുമ്പോൾ ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും ഒരുപാട് ഫായിദകളും ഒരുപാട് സിയാദത്തായ കാര്യങ്ങളും പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ആവർത്തന വിരസത കൊണ്ട് കുറഞ്ഞു പോയി എന്ന് പറയുന്നത്? ഖുർആനെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് സാധുമാർ നേരത്തെ വിശദീകരിച്ചു, ഇൽമുൽ കലാമിലൊരു വിഷയം അത് തുടക്കത്തിൽ പറഞ്ഞാൽ പിന്നെ അവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് നമുക്ക് ബൈളാവി നേരിട്ട് തന്നെ കുറച്ച് വായിച്ചാൽ ഈ ഒരു സംശയം തീരും. ബൈളാവിയുടെ പുറത്ത് നിന്ന് നമ്മൾ ആലോചിക്കുന്നത് കൊണ്ടാണ് ഈ സംശയം വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആവർത്തനം എന്ന് പറഞ്ഞത് ഖുർആനിലെ ആയത്തുകളുടെ ആവർത്തന വിരസതയൊന്നുമല്ല. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫതാവ നവവിയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീറുകൾ വിശദീകരിക്കുന്നിടത്ത് പലയിടത്തും ഖുർആനിൽ വന്നിട്ടുള്ള ആവർത്തനം, ഒരേ ആശയത്തിൻ്റെ ആവർത്തനങ്ങളെ ഇമാം അവറുകൾ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വന്നിട്ട് അടുത്ത സ്ഥലത്ത് ഇതേ ആയത്ത് വരുമ്പോൾ ഒരു അക്ഷരമോ അല്ലെങ്കിൽ ചെറിയൊരു വാക്യമോ ഒക്കെ കൂടുന്നതിന് വലിയ ഫായിദകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം അവറുകൾ അവിടുത്തെ ഫതാവയിൽ പറയുന്നത് കാണാം. അപ്പോൾ ഖുർആനിലെ ആവർത്തനങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. പകരം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, റുഇയത്തുല്ലാഹിയെക്കുറിച്ച് പറയുന്ന ചില സ്ഥലങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒരു സ്ഥലത്ത് വന്നാൽ അത് വിശദമായിട്ട് അവർ പറയും. അപ്പം ഇമാം അവറുകളത് പറഞ്ഞത് പിന്നെയും അത്തരത്തിലേക്കുള്ള സൂചനകൾ വരുമ്പോൾ അവിടെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്വാഭാവികമായും ചർച്ചകൾ മുന്നേ പറഞ്ഞതുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് മാത്രമല്ല അധിക ഗ്രന്ഥങ്ങൾക്കും നമുക്ക് ഈ ഒരു സവിശേഷത കാണാൻ പറ്റും. വിശ്വാസ വ്യതിയാനത്തിൽ പ്രശ്നം വന്ന സമഖ്ശരി ഇമാമിൻ്റെ ഒരു കിതാബിനെ തന്നെ ഫോളോ ചെയ്ത് പോകാനുള്ളൊരു കാരണം കൂടെ വിശദമാക്കിയാൽ. അവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്ന്,
ഈ സമഖ്ശരി ഇമാം എന്ന് പറഞ്ഞാൽ ലുഗത്തിലൊക്കെ അങ്ങേറ്റത്തെ കഴിവാണ്. ആ ഒരു ഭാഗം അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്കുക ചെയ്യുന്നത്. ഒന്നത്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമഖ്ശരി ഇമാം മടങ്ങി എന്നൊരു പ്രബലമായൊരു അഭിപ്രായം തന്നെ അയിമത്തിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് രണ്ട് അവലംബങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. ഇബാറത്ത് തുഹ്ഫത്തുൽ അദീബ് എന്ന ഗ്രന്ഥത്തിൽ സുയൂത്തി ഇമാം പറയുന്നൊരു പ്രയോഗം ശ്രദ്ധിക്കണം. മാസിൽനാ നസ്മഉ മിൻ അഷിയാഖിന, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കാലങ്ങളായി കേട്ടുപോരുന്നൊരു വിഷയമാണ് അന്ന സമഖ്ശരിയ റജഅ അനിൽ എഅ്തിസാലിനെ തൊട്ട് ഖബല മൗതിഹി വൻഖല, പാടേ മുഅ്തസിലി ആശയം വിട്ടു പോന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സുയൂത്തി ഇമാം പറയാണ്, അപ്പോൾ സുയൂത്തി ഇമാമിൻ്റെ ഉസ്താദുമാർ പലരും പറയുന്നത് കേട്ടു എന്നല്ല, കാലങ്ങളായി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് സുയൂത്തി ഇമാം പറയാണ്, എനിക്ക് സമഖ്ശരി ഇമാമിൻ്റെ മഖാമാത്തിൽ അതറിയിക്കുന്ന ഒരു ഇബാറത്ത് കിട്ടുകയും ചെയ്തു എന്ന് സുയൂത്തി ഇമാം നേരെ അനുഭവം പറയാണ്. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഹസൻ അൽ അദവി അൽ ഹംസാവി അവരുടെ മശാരിഖുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, വഖദ് ഇസ്തഹറ അൻഹു, സമഖ്ശരി ഇമാമിനെ തൊട്ട് പ്രസിദ്ധമാണ് അന്നഹു താബ ഖബല മമാതിഹി, തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാരിൽ ഒരു പറ്റം ആളുകളെ നിലപാട് ഇതാണ്. അപ്പുറത്തൊരു നിലപാട് മടങ്ങിയിട്ടില്ല എന്നുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖിലാദത്തുൻ നഹർ എന്ന് പറയുന്ന വാള്യങ്ങളുള്ള ചരിത്രഗ്രന്ഥത്തിൽ പിന്നെ പല തെളിവുകളും പലരും പറയുന്നുണ്ടെങ്കിലും മടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതാണെങ്കിലും സുയൂത്തി ഇമാമിനെ പോലത്തവരും അവരുടെ അസാധ്യതത്തൊക്കെ ആ ഒരു നിലപാട് പറയുമ്പോൾ അങ്ങനെയും ഒരാളെ പരമാവധി നന്നാക്കി കൂടെ കൂട്ടുകയാണല്ലോ നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഖിലാഫുണ്ട് എന്നുള്ളിടത്തെങ്കിലും നിൽക്കണം, മറ്റേ ഭാഗം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ. അപ്പോൾ ആ ഒരു വശം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മകൾ എടുക്കാമെന്ന രീതിയിൽ അത് തന്നെ മുഅ്തസിലി ആശയങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇമാം ബൈളാവി ഗ്രന്ഥം രചിക്കുമ്പോൾ അത് ഉഷാറാവുമല്ലോ. പ്രത്യേകിച്ചും ഈ സമഖ്ശരി ഇമാമിന് ലുഗത്തിൽ അങ്ങേറ്റത്തെ കഴിവാണ്. അങ്ങേറ്റത്തെ കഴിവെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹദീസിൻ്റെ ചില ലുഗവിയായ വശം വിശദീകരിക്കാൻ വേണ്ടി ഫായിഖ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ സമഖ്ശരി ഇമാമിനുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, വലിയ മുഹദ്ദിസായ ഇമാം മുനാവിയൊക്കെ ഫൈദുൽ ഖദീറിലൊക്കെ പലപ്പോഴും ആ ഗ്രന്ഥം അവലംബിക്കുന്നതും കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഭാഗമാണ് അയിമത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും മുഅ്തസിലി ആശയത്തല്ല. അല്ല എന്നുള്ളതിന് വ്യക്തമാണ്. ആ പ്രശ്നമുള്ള ഭാഗത്തുമ്പോൾ അയിമത്ത് സ്റ്റോപ്പ് ചെയ്യാണ് ചർച്ച. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുബ്കി ഇമാം കശാഫ് ഇങ്ങനെ നോക്കി ആ ഭാഗത്തെത്തിയപ്പോൾ ചർച്ച അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ഉറപ്പിച്ചവർ മാത്രമേ ഈ കിതാബ് നോക്കാൻ പാടുള്ളൂ, ഇതിൽ ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി ഇമാം സുബ്കി കിതാബ് എഴുതാണ്. ഇമാം സുബ്കി മാത്രമല്ല, നമ്മളെ ചർച്ചാ വിഷയം കശാഫ് അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കാത്തത് കൊണ്ടാണ്. ഒരുപാട് അയിമത്ത് കശാഫിനെ ഗണ്ണിക്കാൻ കിതാബ് എഴുതിയിട്ടുണ്ട്. ചില നുസ്ഖയിലൊക്കെ കശാഫിൻ്റെ കൂടെ തന്നെ വിമർശന ഗ്രന്ഥം കൂടി പ്രിൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജാമിയ മർക്കസിൻ്റെ കുത്തുബഖാനയിലൊക്കെ പഴയ പതിപ്പൊക്കെ നമുക്ക് കാണാൻ കഴിയും. വല്ല പാകപ്പിഴവും സമഖ്ശരി ഇമാമിനെ ഉദ്ധരിക്കുന്നിടത്ത് അശ്രദ്ധ മൂലം ആർക്കെങ്കിലും സംഭവിച്ചാൽ ഉടൻ അടുത്ത തലമുറയിലെ അയിമത്ത് വന്നിട്ട് അത് ഉണർത്തും. അത് അള്ളാഹു ഈ ഉമ്മത്തിന് ചെയ്ത വലിയ നിഅമത്താണ്. ഇമാം ഇബ്നു ഹജറിനിൽ ഹൈത്തമി തങ്ങൾ അവരെ സബത്തിൽ ആ കാര്യം പറയുന്നുണ്ട് മാത്രമല്ല, പിൽക്കാലത്ത് വന്ന മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫവായിദുൽ മദനിയയിൽ എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ ഈ ഉമ്മത്തിന് അള്ളാഹു ചെയ്ത വല്ലാത്തൊരു അനുഗ്രഹമാണ്, ഒരു ഔലയായ ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് സാധാ ഒരു കാര്യത്തെപ്പറ്റി ഇമാമുമാരാരെങ്കിലും അറിയാതെ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ടീം വരുമ്പോൾ ഇമാമുമാർ ഉണർത്തും, ആ വലിയ മഹാൻ അവർ വലിയവർ തന്നെയാണ്, പക്ഷേ വഖഅലഹു അവർക്കങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ഉണർത്തുന്നൊരു ശൈലി അല്ലാഹു തആല ഈ ഉമ്മത്തിന് വേണ്ടി അനുഗ്രഹിച്ച് പടച്ചോൻ ചെയ്ത വല്ലാത്തൊരു നിഅമത്താണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമ്മളിവിടെ കൂട്ടി വായിച്ചാൽ വല്ലപ്പോഴും സമഖ്ശരി ഇമാമിനെ കൂട്ടിയുന്നിടത്ത് വല്ലതും അശ്രദ്ധ മൂലം സംഭവിച്ചാൽ അയിമത്ത് ഉണർത്തുന്നത് കാണാം. തുഹ്ഫയുടെ തുടക്കത്തിലൊക്കെ അതിന് ഉദാഹരണം തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്ക് കാണാനും കഴിയും.